പരിശുദ്ധ പിതാവേ, സ്വർഗീയ രാജാവേ, കർത്താവെ, ഈ വെള്ളിയാഴ്ച പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവെ ആരാധിപ്പാനും തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്താവശ്യത്തോടു കൂടിയാണോ അവർ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്, അവരുടെ മേൽ കർത്താവെ അങ്ങയുടെ ശക്തിയും ആ സ്നേഹത്താൽ നിറച്ച് ഓരോ വ്യക്തികളെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടുന്ന ആഹാരത്തെ ഇന്ന് അവരുടെ മേൽ പകർന്ന് കർത്താവ് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരേണ്ട വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എത്രയും വേഗം ഈ കൂട്ടായ്മയിലേക്ക് അവരെ അങ്ങ് തന്നെ കൂട്ടിവരുത്തുന്നതിനായി സ്തോത്രം. പ്രസംഗിക്കുന്ന ദൈവദാസനെയും ദാസിയെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ മേൽ അങ്ങയുടെ ശക്തിയെ പകർന്ന് പരിശുദ്ധാത്മാവിനാൽ അങ്ങ് തന്നെ നാവോടുകൂടെ ഇരുന്ന് സംസാരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, പാതകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, പാതകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, ദീകത്തേടും ആരാധനയെങ്കിൽ. മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും ദീകത്തേടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. യേശുവെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. യേശുവെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമായി അയക്കേണമേ, ശിഷ്യരാ നിന്ദാസരിന്മേൽ. ആശിഷമായി അയക്കേണമേ, ഈ ശിഷ്യരാ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവിൻ ശക്തി അയക്കേണമേ,
നിന്ദാസരന്മേൽ ഉണർവിൻ ശക്തി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. ഓ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മഫലം എന്റെ ഉള്ളിലുള്ളതാ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മഫലം എന്റെ ഉള്ളിലുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. ബാധയതൊന്നും അടുക്കയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടതും. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. ഓ ബാധയതൊന്നും അടുക്കയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ നാമമുണ്ടല്ലോ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, ചേർന്ന് കരങ്ങൾ തട്ടി അല്പനേരം ആ ദൈവത്തിന് ആരാധിക്കാമോ?
മഴ പെയ്യും. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ആമേൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാമല്ല അരയോളം പോരാ വലിയൊരു ജീവാ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവാ നദിയൊഴുകാൻ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ആമേ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ഓ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ഓ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ആമേൻ. നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ആമേ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. ഓ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ഓ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആമേൻ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. ആണിക്കല്ലു കയറ്റാം. ദൈവസഭ പണിയാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. ആമേൻ. പെന്തക്കോസ്തു നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ആമേൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ആമേൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ആമേൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മഴ ഓ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ആമേ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ഓ ചൈതന്യം നൽകേണോ, നവജീവൻ വേണം, നിത്യതയിൽ ലേക്കി ആശ്വസിച്ചിടാം. ആമേ. ചൈതന്യം നൽകേണോ, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ആമേ. ചൈതന്യം നൽകേണോ, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ആമേ. ചൈതന്യം നൽകേണോ, നവജീവൻ വേണം, ഓ നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ആമേ. ചൈതന്യം നൽകേണോ, നവജീവൻ ഓ നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച
പരമപിതാവേ മഴ ഊടാദാന ബന്ധക്കൊസ്തു നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാനാമൻ ബന്ധക്കൊസ്തു നാളിൽ മഴ ഊടാദാന ശബലബരതുനിയ ഉടമനമലരതുബര ഹർഷംബലേരെ പരമപിതാവേ ഹല്ലേലൂയ ശബരകമലരതുനിയ. അതേ പിതാവേ, പിന്മഴ ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടുത്തെ അഭിഷേകത്താൽ നിറയുവാനും അവിടുത്തെ ശക്തിയാൽ നിറയുവാൻ ഞങ്ങൾക്ക് അഭിഷേകം ആവശ്യമാണ്. അല്പം നേരം ആദരങ്ങളെ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചത്. അപ്പൊ അവിടുത്തെ ശക്തി എനിക്ക് ആവശ്യമാണ്, അവിടുത്തെ അഭിഷേകം എനിക്ക് ആവശ്യമാണ്, അവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്. എന്റെ മേൽ ധാരാളമായി പകരുവാൻ കഴിവുള്ള അവിടുത്തെ അഭിഷേകത്തെ, അവിടുത്തെ ആത്മാവിനെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരുക പിതാവേ. ചിലതിന് ഉടച്ചു മാറ്റുവാൻ, ചില ബന്ധനങ്ങളെ പൊട്ടിച്ച് പുറത്തു വരുവാൻ, ചില രോഗബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ അവിടുത്തെ അഭിഷേകം എന്റെ മേൽ ചൊരിയണമേ. അവിടുത്തെ അഭിഷേകം എന്റെ മേൽ ചൊരിയണമേ. അവിടുത്തെ അഭിഷേകം എന്റെ മേൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരണമേ. ഓ നമ്മൾ കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന അനുഗ്രഹത്തിന് വേണ്ടി ഈ സമയം രണ്ടുപേർക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിൽ അരിപ്പൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതുതായിട്ട് കടന്നു വന്ന പ്രിയ സഹോദരിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ പ്രാർത്ഥന രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യും. കണ്ണീര് തുടയ്ക്കും. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ദൈവം തരും. സ്തോത്രം. പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം ദൈവം തരും. കണ്ണീരെല്ലാം ചെയ്യും ദൈവം തുടയ്ക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാത്തിനും പരിഹാരം ആരുടെ കയ്യിലുണ്ട്? യേശുപ്പച്ചൻ്റെ കയ്യിലുണ്ട്. ഒരിക്കലും നമ്മളെ കൈവിടുന്ന ഒരു കർത്താവല്ല. ദൈവത്തിന് സ്തോത്രം. ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യവും ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യവും രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യവും ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യവും വായിക്കാം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല എന്തെങ്കിലും കാര്യം ഉണ്ടോ? സ്തോത്രം. ദൈവം പറയുകയാണ്, മക്കളെ, നീ ഇന്ന് വ്യത്യസ്തമായ ഭാരത്തോടെ വന്ന്, പക്ഷേ എനിക്ക് കഴിയാത്തത് ഒന്നുമില്ല. ആരുടെ മുമ്പിലാണ് നമ്മൾ വന്നേ? യേശുപ്പച്ചൻ്റെ മുമ്പിൽ. ആരുടെ മുമ്പിലാണ് വന്നേ? യേശുപ്പച്ചൻ്റെ മുമ്പിൽ. അപ്പോൾ യേശുപ്പച്ചൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സർവശക്തനാണ്. ആ ദൈവത്തിന് കഴിയുമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കൈയൊഴിഞ്ഞ ഒരു വിഷയമില്ല. പിന്നെയോ എല്ലാത്തിൻ്റെ മേലും കരം പതിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഇതിനകത്തും നിങ്ങൾ ഭാരത്തോടും വേദനയോടും കണ്ണുനീരോടും കൂടെ ആയിരിക്കും വന്നത്. പക്ഷേ ഇന്ന് ആ കരത്തെ പതിപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വീണ്ടും ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം വായിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും എന്തല്ല? അസാധ്യം അല്ല. കുഞ്ഞുമാവെ ഫ്രണ്ടിൽ കിടത്തിയിട്ട് ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ അവൾ അങ്ങ് കിടന്നു അവിടെ ഇരുന്ന് വചനവും ശ്രദ്ധിക്കുമായിരുന്നു. അവൾ അവിടെ കിടക്കുമായിരുന്നു. നിങ്ങൾ അപ്പോഴപ്പോഴെ എടുത്തുകൊണ്ട് വെളിയിൽ ഓടും. പിള്ളേർ അവിടെ കിടക്കും, സുഖമായിട്ട് കിടക്കും. ഹല്ലേലൂയ. ഒരു വചനമൊക്കെ കേട്ട് അടുത്ത യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത് ഈ തലമുറയിൽ അവൾ പ്രസംഗിക്കേണ്ട ആളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യിരെമ്യാ 32:27 ലൂക്കോസ് 1:37 രണ്ടും വാക്യം വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിക്കുക. യിരെമ്യാ 32:27 ലൂക്കോസ് 1:37 വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. അടുത്ത്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും ലൂക്കോസ് സുവിശേഷം 1:37 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന BC 629 ജീവിച്ച യിരെമ്യാവും AD 10 ജീവിച്ച യേശുവിൻ്റെ അമ്മ മറിയയും രണ്ടു പേരും രണ്ട് കാര്യം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുത്ത മറുപടിയാണ്
എന്നെ കൊണ്ട് കഴിയാത്തതൊന്നും ഇല്ലല്ലോ. കണ്ടോ, രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ അവരുടെ ഭാരമേറിയ വിഷയങ്ങളുമായി ആരടുത്ത് വന്നു? ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കർത്താവേ എനിക്ക് ഇന്ന വിഷയങ്ങളാണ് ഉള്ളത്. അപ്പോൾ ദൈവം രണ്ടുപേരോടും പറഞ്ഞു, മക്കളെ ഏത് കാര്യം കൊണ്ടുവന്നാലും എന്നെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ഇങ്ങനെ ചോദിച്ചാൽ മതി, ദൈവത്തിന് കഴിയുമോ എന്നല്ല, അപ്പച്ചാ എനിക്ക് വേണ്ടി അങ്ങയ്ക്ക് പ്രവർത്തിക്കാൻ ഹിതമാണോ? അതെനിക്ക് വേണ്ടി ചെയ്തു തരാൻ ഹിതമാണോ? ഞാൻ ഇന്ന കാര്യത്തോടെ, ഇന്ന പ്രാർത്ഥനയോടെ, ഇന്ന ദുഃഖത്തോടെ, ഇന്ന ഞെരുക്കത്തോടെ, ഇന്ന വേദനയോടെ സ്തോത്ര യേശുവേ ഈ ആലയത്തിനകത്ത് വന്നു, എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടോ? അങ്ങേ ഹിതമാണോ? എങ്കിൽ അതെനിക്ക് വേണ്ടി ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് കേൾക്കും? പ്രാർത്ഥന കേൾക്കും. മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമായി, ലോകത്തിൻ്റെ ചിന്തകൾക്കപ്പുറമായി സ്വത്രം മത്സ്യത്തിൻ്റെ വായിലിരുന്ന ചതുർദ്രഹ്മ പണത്തെ കണ്ട ഒരു കണ്ണുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കണ്ണേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ആഴമേറിയ നൊമ്പരങ്ങളും വേദനകളും അറിയുന്ന ഒരാളെ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. ഒരിക്കൽ ഒരു ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ, നമുക്കെല്ലാവർക്കും അറിയാം, യോഹന്ന സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായമാണ്. ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ സ്വത്രം ഒരു രോഗി കിടക്കുകയാണ്. 38 വർഷം കൊണ്ട് കിടക്കുകയാണ്. എത്ര വർഷം? 38 വർഷം. സ്വത്ര രോഗം പിടിച്ചു. അവിടെ ഒരു കുളമുണ്ട്. കുളത്തിനകത്ത് വെള്ളം കലക്കുമ്പോൾ ആരെങ്കിലും ആദ്യം വെള്ളം കലങ്ങി ഉടനെ ആദ്യം ഇറങ്ങുന്ന ആൾ എന്ത് പ്രാപിക്കും? ഏത് രോഗം, ഏത് വ്യാധിയായാലും സൗഖ്യം പ്രാപിക്കും. അങ്ങനെ സ്വത്രം വീട്ടുകാരും നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തൂക്കിയെടുത്ത് ആളിനെ എവിടെ കൊണ്ടാക്കിയിട്ട് പോയി? കുളത്തിൻ്റെ കരയിലാക്കിയിട്ട് പോയി. എത്ര വർഷം കൊണ്ട്? 38 വർഷം കൊണ്ട് അവിടെ കിടക്കുക. പക്ഷെ സൗഖ്യമായില്ല. സ്വത്രം. അങ്ങനെ കുളത്തിൽ കൊണ്ടാക്കാൻ ആരുമില്ല, വീട്ടുകാരുമില്ല, സഹായിക്കാനില്ല, എടുക്കാനില്ല, വെള്ളത്തിനകത്ത് ആക്കാനും ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം നോക്കി, ഏറിയ വർഷമായി കിടക്കുന്നു, ആര് സഹായിപ്പാൻ ഇല്ല. യേശു ഇറങ്ങിയ രോഗിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. കണ്ടോ, യേശു ഒപ്പം പറഞ്ഞ ഉടനെ രോഗി എന്ത് ചെയ്തു? സൗഖ്യമായി. രോഗി എന്ത് ചെയ്തു? സൗഖ്യമായി. ഇന്ന് ഇതിനകത്തും വേദനയോടും നീറുന്ന വിഷയങ്ങളോടും നീറുന്ന ഒരു ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കേസും ആരേറ്റെടുക്കും? ദൈവം ഏറ്റെടുക്കും. ദൈവത്തെ കൊണ്ട് അസാധ്യം ഒന്നുമേയില്ല. പാട്ടുകാരൻ പാടി, സാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, 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 ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, 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 ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഹല്ലേലൂയ. അസാധ്യമായിട്ട് എൻ്റെ ദൈവത്തിനൊന്നുമില്ല. എത്ര പൂട്ടപ്പെട്ട വാതിലിൻ്റെ അകത്തും ആരും പൂട്ട് തുറക്കാതെ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് ആര്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു എത്ര പൂട്ടിട്ട മുറിക്കകത്തായിരുന്നാലും ആരും ഡോർ തുറന്നു കൊടുക്കണ്ട, ആരും അകത്ത് വാ എന്ന് പറയണ്ട. ഏത് രാത്രിയും ഏത് പട്ടപ്പകലും ഏത് നട്ടുച്ചയ്ക്കും ഒരുപോലെ അകത്ത് കിടക്കാൻ കഴിവുള്ള ഒരാളാണ് ആര്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിനെ കൊണ്ട് അസാധ്യം ഒന്നുമേയില്ല. എത്ര വലിയ പ്രശ്നമായാലും ആ പ്രശ്നത്തെ സകലത്തെയും ദൂരീകരിക്കാൻ, പ്രവർത്തിക്കുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഈ ദൈവം മതിയായവനാണ്. പക്ഷെ ആ ദൈവത്തെ വിശ്വാസത്തോടെ, യേശുവേ എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന വിഷയത്തോടെ വന്നു, ഇതങ്ങ് ചെയ്യുവാൻ മതിയായവനാണെന്നും അങ്ങ് ദൈവമാണെന്നും ഞാൻ അംഗീകരിക്കുന്നു കർത്താവേ എന്ന് ഹൃദയം കൊണ്ട് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം എന്തുണ്ടാകും? ഉത്തരവുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം കണ്ടോ, വെളിച്ചം ഇല്ലായിരുന്നു ആദ്യം, പക്ഷെ വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. അടുത്ത വരി. വെളിച്ചം ഉണ്ടായി. കണ്ടോ, വെളിച്ചം ഒറ്റ വാക്കിലുണ്ടായി. എങ്ങനെ? ഇതാണ് ദൈവം എന്ന് എത്ര വിശ്വസിക്കും? ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞപ്പോൾ വെളിച്ചം എന്ത് ചെയ്തു? ഉണ്ടായി. പറഞ്ഞേ, ഈ വെളിച്ചത്തെ സൃഷ്ടിച്ച യേശുവിനെ ഞാൻ കർത്താവായി സ്വീകരിക്കും. പറഞ്ഞേ, ഈ വെളിച്ചത്തെ സൃഷ്ടിച്ച യേശുക്രിസ്തുവിനെ ഞാൻ കർത്താവായി എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ സ്വീകരിക്കുന്നു. മനുഷ്യനെ അറിഞ്ഞുകൂടാ, നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞേ, ഈ യേശുവിനെ ഞാൻ കർത്താവായി എൻ്റെ ഹൃദയത്തിനകത്ത് ഇതാ സ്വീകരിക്കുന്നു. യേശുവേ, ഈ ദൈവം ഇന്ന് ഞാൻ ഈ പള്ളിക്കകത്ത് വന്ന ആ പ്രാർത്ഥന വിഷയത്തിന് പരിഹാരം തരാൻ ഈ ദൈവം വിശ്വസ്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പറഞ്ഞേ, ഉറച്ചിരിക്കുന്നു. പറഞ്ഞേ, ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം തരാൻ ഈ ദൈവം മതിയായവനെന്ന് ഞാൻ ഹൃദയം കൊണ്ട് ഉറച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുന്നു. പറഞ്ഞേ, രക്ഷകനായി കർത്താവായി രാജാവായി ഞാനിതാ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വായിച്ച അടുത്ത വാക്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം ഉണ്ടായി. അടുത്ത് വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. കണ്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് കിടന്നപ്പോൾ വേർതിരിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇരുട്ടും മാറി. പിന്നെ എന്ത് മാറി? ഈ പകലും രാത്രിയും വന്നത് കണ്ടോ, ഒറ്റ വാക്കിലാണ്. പകലും രാത്രിയും ആയത് എങ്ങനെയാ? ഒറ്റ വാക്കിൽ. ഇത് ഒറ്റ വാക്കിലാക്കിയതാരാ? ആ യേശുവിനെ കർത്താവായ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിനകത്ത് ചെന്ന് കയറുമ്പോൾ ഈ കർത്താവ് നിങ്ങളെ വീട്ടിനകത്ത് വസിക്കും. വീട്ടിനകത്ത് എന്ത് വരും? മാറ്റം വരും, വിടുതൽ വരും, കെട്ടുപൊട്ടും, ബന്ധന അഴിയും, നിങ്ങളുടെ ആ പ്രശ്നം അഴിഞ്ഞു മാറും, നിങ്ങളുടെ ശരീരത്തിലെ ആ രോഗം തകർന്ന് മാറും. ഈ യേശുവിനെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ പോകാമെങ്കിൽ, ഈ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഏതേപ്പാ സകലത്തെ ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ച ഈ യേശുവിനെ ഞാൻ കർത്താവായി സ്വീകരിക്കുന്നു. എല്ലാ വിഷയത്തിനും പരിഹാരം തരാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അത് ഈ ദൈവമാ. ഈ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്ന ആര് പറയും? പറഞ്ഞ ഞാൻ പറയാം, ഈ ദൈവം നിങ്ങളുടെ കൂടെ ഇന്ന് വീട്ടിൽ വരും. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. അടുത്ത ദൈവം വെളിച്ചത്തിന് പകൽ എന്നും, വെളിച്ചത്തിന് എന്ത് പേരിട്ടു? പകൽ എന്നും. ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ഇരുളിന് എന്ത് പേരിട്ടു? രാത്രി എന്നും പേരിട്ടു. അടുത്ത സന്ധ്യയായി ഉഷസ്സുമായി. കണ്ടോ, രാത്രിയും പകലും രണ്ട് പേരിട്ടത് ആരാ? ഈ യേശുവിനെ കർത്താവ് രക്ഷകമായി സ്വീകരിക്കണം. കർത്താവേ, ഈ രാത്രിയെ സൃഷ്ടിച്ചത് അങ്ങാണ്, ഈ പകലിനെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചത് അങ്ങാണ്. യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞ് വെളിച്ചത്തെ സൃഷ്ടിച്ച, പകലിനെ സൃഷ്ടിച്ച യേശുവേ, രാത്രിയെ സൃഷ്ടിച്ച യേശുവേ, ഞാൻ ആ ദൈവത്തെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് നടക്കും? വിടുതൽ നടക്കും. ഇതിനകത്തൊരു മാറ്റം വരും, ഒരു സമാധാനം വരും. കടൽ തിര പോലെ ഹൃദയത്തിനകത്ത് ഇളകി മറിയുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ എന്ത് ചെയ്യും? മാറും. നമ്മുടെ സകലത്തിന് വേണ്ടി ഒരുവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അതാരാ? യേശു ക്രിസ്തു. ആ യേശു ഇന്ന് ഇതിനകത്ത് വന്ന് വലിയ അത്ഭുതങ്ങളെ ചെയ്യാനിടയെ തീരും. വായിച്ച അടുത്ത വാക്യം. രണ്ടു പേരിട്ട് എന്തെന്ന്? രാത്രിയെന്നും പകലെന്നും. അടുത്ത വരി. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. അടുത്ത് ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. കണ്ടോ, വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വെള്ളത്തിനും തമ്മിൽ വേർതിരിവാകട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. രണ്ടാക്കി വേർപിരിച്ചു. അടുത്ത് നോക്കിയേ. അങ്ങനെ സംഭവിച്ചു. പറഞ്ഞ പോലെ സംഭവിച്ചു. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം, ഈ പ്രവർത്തിച്ച ദൈവത്തിനെ കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തുള്ള എൻ്റെ ഈ വലിയ വിഷയമൊന്നും, ഞാൻ ചിന്തിക്കുന്ന ഈ വിഷയം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ മതിയായവൻ, ദൈവം ഇന്ന് അത്ഭുതം ചെയ്യാൻ മതിയായവൻ, ഇന്ന് അതിശയം ചെയ്യാൻ മതിയായവൻ, ഈ അടയാളം ചെയ്യാൻ മതിയായവൻ. ഒരിക്കൽ ഒരാൾ ഓടി യേശു ക്രിസ്തു പ്രസംഗിച്ച് ആരാധനത്തിക്കൊണ്ട് ദൈവവചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഓടി കടന്നു വന്നിട്ട് പറഞ്ഞു, ഗുരു, ഒരു മകൾ മരിച്ചു എന്ന് പറഞ്ഞു. യേശു കർത്താവ് ആ മകളുടെ അടുക്കലേക്ക് പോയി. അപ്പോൾ യേശു പറഞ്ഞു, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, അവൾ എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. അകത്ത് കയറി യേശു ക്രിസ്തു ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു.
സ്വത്രം. മരിച്ച് നാറ്റം വെച്ച ലാസറിൻ്റെ കല്ലറയിൽ പോയി ലാസർ പുറത്തു വാ എന്ന് പറയുമ്പോൾ ലാസർ എന്ത് ചെയ്തു? പുറത്ത് വന്നു. അപ്പം എന്തും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. അതാരെ? യേശു ക്രിസ്തു. ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും സ്വത്രം കരയെയും കടലിനെയും സകലത്തെയും, നിങ്ങൾ ആ വാക്യം വായിക്കും മനസ്സിലാവും, സകലത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന ആര്? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചിട്ട് പറയണം, അപ്പച്ചാ ഇനി എൻ്റെ ജീവിതം അങ്ങേക്കായിട്ട്. അപ്പച്ചാ അങ്ങ് എൻ്റെ ജീവിതത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കണം. എൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന വിഷയങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന വിഷയങ്ങളുണ്ട്. രോഗത്തോടെയാണ് ഞാൻ വന്നത്, ഭാരത്തോടെയാണ് വന്നത്, വേദനയോടെയാണ് വന്നത്. പക്ഷേ തിരികെ പോകുമ്പോൾ ഇതെല്ലാം മാറി എനിക്ക് പോകാൻ യേശുവേ എന്നെ ഇന്ന് തൊടനെ തിരിച്ച് ഇവിടെ വന്ന് ഒരു സാക്ഷ്യമായി നിൽക്കാൻ. ദൈവമേ, ഈ ദൈവത്തെ ഉയർത്തി പറയാൻ പറഞ്ഞ് ഈ ദൈവത്തെ ഉയർത്തി പറയാൻ എനിക്കൊരു അത്ഭുതത്തെ അങ്ങ് ചെയ്യണമേ. ആരൊക്കെ പറയും? കർത്താവേ, ഈ ദൈവത്തെ ഉയർത്തി പറയാൻ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്, യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചാൽ ജീവിതം മാറും. വീട്ടിനകത്ത് സ്വീകരിച്ചാൽ വീട്ടിനകത്തുള്ള അന്തരീക്ഷം മാറും. നമ്മുടെ മക്കളുടെ അകത്ത് വന്നാൽ അവരുടെ അന്തരീക്ഷം മാറും. ജീവിതത്തിൻ്റെ ഏറ്റവും ഈസഡ് മേഖലയ്ക്കകത്ത് ഈ യേശു വിടുവിക്കുവാൻ മതിയായവനാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സകലത്തെയും ഒരു വാക്കുകൊണ്ട് വിളിച്ച് വരുത്തിയ ദൈവം പറയും, മക്കളെ, എന്നാൽ കഴിയാത്തതൊന്നും ഇല്ല. കർത്താവിനെ കൊണ്ട് കഴിയാത്തത് ഈ ലോകത്തിലൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കണം. യേശു അത്ഭുതങ്ങളെ ചെയ്യും, യേശു അതിശയങ്ങളെ ചെയ്യും. യേശുവിൻ്റെ കണ്ണുനീരൊപ്പം ദൈവത്തിന് സ്വത്രം. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ ഉടയ്ക്കും. എല്ലാ സാത്താൻ്റെ പദ്ധതികളെ ദൈവം തച്ചുടയ്ക്കും. ഈ ദൈവം എനിക്ക് മതിയായവനാണ്. അതുകൊണ്ടാണ് രമ്യാവിൽ പറഞ്ഞത്, സ്വത്രം, ദൈവത്തിനെ കൊണ്ട് അസാധ്യം ഒന്നുമില്ലല്ലോ. ലൂക്കോസിൽ പറഞ്ഞ 1:37 എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്? ഒറ്റ കാര്യവുമില്ല. ഈ രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ച രണ്ടുപേർക്കും എൻ്റെ ദൈവം മറുപടി കൊടുത്തു, മോനെ സ്വത്രം, നിന്നെ കൊണ്ട് പലപ്പോഴും അസാധ്യമായിരിക്കും, എന്നാൽ എന്നെ കൊണ്ട് എല്ലാത്തിനും സാധ്യമാണ്. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന പൈതൽ, നീ ഭാരത്തോടും വിഷയത്തോടും വേദനയോടും കണ്ണുനീരോടും ഞരക്കത്തോടും ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? എനിക്ക് വേണ്ടി ആരൊന്ന് തൊടുമെന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-7 വാക്യം പറയുന്നു, ഇതിനകത്ത് പറയുന്നു, അതേ സ്വത്ര കർത്താവാകുന്ന യേശു ക്രിസ്തു പറയുന്നു, വിശ്വസ്തനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു താക്കോൽ കൂട്ടമായി നിന്റെ അടുക്കൽ നിന്ന് പറയുന്നു, ഇന്ന് ഞാൻ തുറക്കും അതിനെ, ഇന്ന് ഞാൻ തുറക്കും അതിനെ, ഇന്ന് ഞാൻ അതിനെ തുറന്ന് ആമേ നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്ന് തുറക്കും. ആ കണ്ണുനീരിനെ മാറ്റി, ആ ഭാരത്തെ മാറ്റി, ആ പിശാചിന്റെ പ്രവർത്തികളെ മാറ്റി നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ തരുവാൻ യേശു നിന്റെ സമീപത്തുണ്ട്. ഇന്ന് ഞാൻ നിനക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഓ, താക്കോൽ കൂട്ടമുള്ള ഒരു ദൈവമുണ്ട്. താക്കോലിന്റെ ഓണറായ ഒരു ദൈവമുണ്ട്. അതത്ര യേശു ക്രിസ്തു. സ്വർഗത്തിലെയും ഭൂമിക്ക് കീഴിൽ അധോഭാഗത്തെയും ഒരുമിച്ച് കിടുകിട വിറപ്പിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമേ ഉള്ളൂ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടക്കുന്ന ഒരു നാമം അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് ഞാൻ പറയാം, ആ നാമത്തിന്റെ മുമ്പിൽ മടങ്ങാത്തതൊന്നുമില്ല. ആ നാമത്തിന്റെ മുമ്പിൽ വിടുതലില്ലാത്ത വിഷയമില്ല. ആ നാമത്തിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ കാണും. ആ നാമത്തിന്റെ മുമ്പിൽ അതിശയങ്ങൾ കാണും. ആ നാമത്തിന്റെ മുന്നിൽ വിടുതലുണ്ട്. ആ നാമത്തിന്റെ മുന്നിൽ സമാധാനമുണ്ട്. ആ നാമത്തിന്റെ മുന്നിൽ സന്തോഷമുണ്ട്. ആ നാമത്തിന്റെ മുന്നിൽ അടഞ്ഞ വഴികൾ തുറക്കും. ആ നാമത്തിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കും. നിന്റെ ഭവനത്തെ അടക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ തേർവാഴ്ചകൾ അത് കത്തി എരിഞ്ഞ് അമരും. ഓ ജീസസ്. കുടുംബ സമാധാനം ഇല്ലാതെ കടന്നു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാനം പ്രഭുവിനത്ത് വന്നിട്ടുണ്ട്. എൻ്റെ സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, ലോകത്തിന് ആർക്കും തരാൻ പറ്റാത്തൊരു സമാധാനം ഓ തരുന്ന ഒരു കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ സ്തോത്രം. വായിച്ചേ വെളിപ്പാട് പുസ്തകം അതിന്റെ 3-7 വാക്യം വായിച്ചേ. ഫിലാദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. കണ്ടോ, കർത്താവ് പറയണം, ഞാൻ കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റില്ല. ആർക്കും തുറക്കാനും പറ്റില്ല, ആർക്കും അടയ്ക്കാനും പറ്റില്ല. അതാണ് കർത്താവ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 12 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 12 വാക്യം വായിക്കുമ്പോൾ അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അടിച്ചു വിടുകയില്ല. വായിച്ചേ. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ
ആരും അഴിച്ചു വിടുകയില്ല. കണ്ടോ, യെശയ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വോത്രം, സ്വർഗത്തിൽ ദൈവം ചെയ്താൽ അതിനെ അഴിച്ചു വിടാനോ അതിനെ സ്വോത്രം തുറക്കാനോ ആർക്കും കഴിയത്തില്ല. ഇന്ന് ആ അധികാരമുള്ള ഒരു ദൈവം നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് ചിലതിനെല്ലാം ഉടയ്ക്കാൻ, ചിലതിനെല്ലാം അഴിക്കാൻ, ചില ബന്ധനങ്ങളെ ഉടയ്ക്കാൻ, ചില മുഖങ്ങളെ പൊട്ടിക്കാൻ, ചില സാത്താന്റെ പദ്ധതികൾ അഴിക്കാൻ, ചില രോഗബന്ധനങ്ങൾ അഴിക്കാൻ, ചില ശാപങ്ങൾ അഴിക്കാൻ, ചില എതിരുകളെ ഉടയ്ക്കാൻ. ഇതിനകത്തൊരു മാറ്റമുണ്ടോ കർത്താവ്? ഇതിനകത്തൊരു വിടുതൽ കിട്ടുമോ എന്ന് പറയുന്ന നിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 22 വായിക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 22 വായിച്ചേ. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ തുറന്നാൽ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ ഈ ലോകത്തിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. തുറക്കാൻ പോകുക, ഇന്ന് തുറക്കാൻ പോകുക. ഇന്ന് വരെ നീ ചില ഡോറുകൾ തുറക്കാൻ നോക്കി, പറ്റിയില്ല. ശത്രു അടച്ച സകല ഡോറുകളെ ഇന്നത്തെ ഈ പകൽക്കാല സ്വർഗം നിനക്കായി, സ്വർഗം നിനക്കായി ഇന്ന് തുറക്കാൻ പോകുക. ആരും ആമേൻ സ്തോത്രം. ആര് നോക്കിയാലും താക്കോലുള്ള കർത്താവ് പറയും, മക്കളെ ഞാൻ നിനക്കായി ഇന്ന് തുറക്കാൻ പോകുകയാ, ഞാൻ നിനക്കായി ഇന്ന് പ്രവർത്തിക്കാൻ പോകുകയാ, ഞാൻ നിനക്കായി ഇന്ന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 11:10 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വായിച്ച ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിച്ചേ. അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താര സഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നത് ആർ? കർത്താവിനെ തടുക്കാൻ ആർക്കും പറ്റില്ല. ദൈവത്തെ തടുക്കാൻ പറഞ്ഞ്, ദൈവത്തെ തടുക്കാൻ ആർക്കും പറ്റില്ല. എത്ര കെട്ടിപ്പൂട്ടിയിട്ട വിഷയത്തെയും ഇന്ന് എൻ്റെ ദൈവം തൻ്റെ താക്കോല് കൊണ്ടുവന്ന് നിൻ്റെ വീട്ടിനകത്ത് വന്ന്, നിൻ്റെ കുടുംബത്തിനകത്ത് വന്ന്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ നടുവിൽ ശത്രു തകർത്ത് ഒതുക്കിയ ആ അവസ്ഥകളെ കർത്താവ് മാറ്റി ഇന്നൊരു വിടുതൽ തരുവാൻ ഈ യേശു ക്രിസ്തു നിൻ്റെ കൂടെ ഇന്ന് വരാൻ പോകുക. നിൻ്റെ ഭവനത്തിനകത്ത് വരാൻ പോകുക. നിൻ്റെ കണ്ണുനീരിനൊപ്പം പോകുക. ശത്രുവിൻ്റെ പദ്ധതികളെല്ലാം ഉടയ്ക്കാൻ പോകുക. നിൻ്റെ ഭവനത്തിനെതിരെയുള്ള എല്ലാ മന്ത്രങ്ങളും പൂജകളും ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം ഇന്ന് അഴിഞ്ഞു മാറാൻ പോകുക. കാരണം കർത്താവാകുന്ന യേശു ക്രിസ്തു സകലത്തെ ഉടയ്ക്കാൻ പോവുകയാ. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറയുന്നു, മക്കളെ നീ പേടിക്കണ്ട, നീ ഭയപ്പെട്ടിരിക്കുകയല്ലേ, എന്താകും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. യേശു എന്നെ കൈവിടില്ല, ഒരു നാളും മറക്കില്ല. 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 ഹല്ലേലൂയ. ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു കാര്യമുള്ളത് യേശുവിൻ്റെ. ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല, ചേർത്ത് കെട്ടിപ്പിടിക്കും, കണ്ണീര് തുടയ്ക്കും, വേദന മാറ്റിത്തരും. ചോദിക്കും, മക്കളെ നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുന്ന ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഹാഗർ എന്നൊരു സഹോദരി, അബ്രഹാം ഹാഗറിനെ കുഞ്ഞിനെ പുറത്താക്കി. കുഞ്ഞും ഹാഗറുമായി യാത്ര ചെയ്യുമ്പോൾ സ്വതന്ത്രം അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും വെള്ളവും ഒക്കെ തീർന്നു. കുഞ്ഞ് മരിക്കാറായി. ഇനി മരണം കാണണ്ട എന്ന് ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വിളിച്ചു, ഹാഗറേ, ഹാഗറേ. സ്വതന്ത്രം
നിന്റെ കുഞ്ഞിൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. നീ അങ്ങ് നോക്കിക്കേ, അത് അവിടെ ഒരു ഉറവയുണ്ട്, അതിൽ വെള്ളം കോരി കൊടുക്കാൻ പറഞ്ഞു. കണ്ടോ, എത്ര വഴി അടച്ചാലും ഈ ദൈവം നിങ്ങളുടെ വഴി അടക്കയില്ല. നിങ്ങളുടെ വഴി എന്ന് തുറക്കും. അധികാരമുള്ളവൻ തുറക്കും. ഭയപ്പെടേണ്ട. താക്കോൽ കൂട്ടമുള്ളവൻ, വിശുദ്ധനും സത്യവാനും, ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും തുറക്കാതവനോ അടയ്ക്കുന്നവൻ, ആരും അടയ്ക്കാതവനോ തുറക്കുന്നവൻ നിന്റെ വീട്ടിനകത്ത്, നിന്റെ കൂടെ, നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് സമാധാനം തരാ, കൂടെ വരാ. ഈ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികളെല്ലാം അഴിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. പിശാച് അവൻ കുടുംബത്തെയും ജീവിതത്തെയും തകർക്കാൻ നോക്കുമല്ലേ, പക്ഷെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും. പിശാചെല്ലാം എന്ത് ചെയ്യും? സ്തോത്രം. മുമ്പ് ഈ ആരാധന ഈ വീട്ടിനകത്ത് വെച്ചായിരുന്നു. അപ്പോൾ പെരിങ്ങമല ദേശത്തുനിന്നൊരു പിതാവ്, ഒരാളല്ല ഒരുപാട് പേര് ഈ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. 70,000 രൂപ കൊടുത്താണ് അവർ പൂജ ചെയ്യുന്നത്. 70,000 രൂപ ഒരു പൂജയ്ക്ക് 70,000 രൂപ. അപ്പോൾ എത്രയോ പൂജ അവർ ചെയ്തു, പക്ഷേ എന്ത് പൂജ ചെയ്തിട്ട് അവരുടെ വീട്ടിനകത്ത് സമാധാനമില്ല. അവരെല്ലാം പൂജ നിർത്തി ആരാധനയ്ക്ക് വേണ്ടി വന്നു. അന്ന് പൂജിച്ചത് ദൈവം തൊട്ടു. അവരാര് തൊട്ടു? ദൈവം തൊട്ടു. അവരാര് തൊട്ടു? ദൈവം തൊട്ടു. ആ പൂജ അതോടെ എന്ത് ചെയ്തു? മതിയാക്കി. അവരെ ശാപം മാറും എന്ന് വിചാരിച്ചു. ശാപം മാറി പൂജ ചെയ്തപ്പോൾ ഇല്ല. ശാപം മാറുമെന്ന് പറഞ്ഞാൽ പൂജ ചെയ്ത് ശാപം മാറുമോ? ഇല്ല. ശാപം മാറണമെങ്കിൽ ആരടുത്ത് വരണം? യേശുവിൻ്റെ അടുത്ത് വന്നാൽ ശാപം മാറും. പാപം മാറണമെങ്കിൽ ആരടുത്ത് വരണം? യേശുവിൻ്റെ അടുത്ത പാപം മാറും. പിശാച് ഇറങ്ങി ഓടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുത്ത് പിശാചിറങ്ങി അങ്ങോട്ട്. വീട്ടിനകത്ത് യേശു വന്നാൽ എന്ത് വരും? സമാധാനം തരും. ഹൃദയത്തിനകത്ത് ആനന്ദം വരും. കുടുംബത്തിനകത്ത് മാറ്റം വരും. കിടന്ന് ഉറങ്ങുമ്പോൾ സമാധാനം വരും. സ്വസ്ഥത വരും. നല്ല ഉറക്കം കിട്ടും. കുടുംബത്തിനകത്ത് ഭയങ്കര മാറ്റം വരും. ആത്മഹത്യ ചെയ്യാൻ ഓടുന്ന എത്രയോ പേര് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മടങ്ങി വരുമെന്നറിയാമോ? ആത്മഹത്യ ചെയ്യാൻ ഓടുന്ന അനേകര്. ഇനി എനിക്ക് ജീവിക്കണ്ട. എത്രയോ പേരുടെ സാക്ഷി ഇപ്പം ഇതിനകത്തിരിക്കുന്നവർക്ക് തന്നെ എത്രയോ പേരെ എനിക്ക് എടുത്തെടുത്ത് പറയാം. ആത്മഹത്യയ്ക്ക് വേണ്ടി ഓടി ഈ പള്ളിക്കകത്ത് വന്ന എത്രയോ പേര് എനിക്ക് ഇതിനകത്ത് തന്നെ എടുത്ത് പറയാം. പക്ഷേ അവരൊക്കെ പറയും, ഞാൻ അന്യ ദൈവങ്ങളെ ആരാധിച്ചും കൊടുത്തും കൊണ്ടാടിയൊക്കെ നടന്നിട്ട് എനിക്ക് അവസാനം വന്നത് ആത്മഹത്യയാണ്. കുഞ്ഞുങ്ങളെയും കിണറ്റിലെടുത്തിട്ട് കൊല്ലാന്ന് ഞാൻ ഓടുമ്പോൾ ഞാനിങ്ങനെ യേശുവിനെ കുറിച്ച് കേട്ടു. ഒറ്റ ഫോൺ കോളിലൂടെ എൻ്റെ യേശുവിനെ തൊട്ടതാണ്. അതിനുശേഷം ഞാൻ സകലത്തെയും എറിഞ്ഞിട്ട് ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ എൻ്റെ വീട്ടിനകത്ത് മാറ്റം വന്നു. എനിക്ക് മാറ്റം വന്നു. എൻ്റെ കുടുംബത്തിനകത്ത് വിടുതൽ വന്നു. ഒരു സമാധാനം വന്നു. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം അറിയാതെ ഒരു മുടിയും പൊഴിയത്തില്ല. മാത്രമല്ല മക്കളെയും ദൈവം തൊടും. എൻ്റെ മക്കളെയും ദൈവം തൊട്ടു കൊണ്ടുവരും. എൻ്റെ മക്കളെയും വിടുവിക്കും. ഈ സത്യ ദൈവത്തെ അവരും കണ്ടുമുട്ടും. അവരുടെ ജീവിതത്തിനകത്ത് മാറ്റം വരും. മാറ്റം വരും. യേശു മാറ്റം തരും. യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. യേശു മാറ്റം തരും. കാൽവരി ക്രൂശിൽ സഹോദര സഹോദരി നിനക്ക് വേണ്ടി മരിച്ചപ്പോൾ നിനക്കെതിരെയുള്ള സകലതും യേശു ക്രിസ്തു ചതച്ചരച്ചു. 30 ദുർഭൂതങ്ങളെ കാൽവരി ക്രൂശിൽ ചതച്ചരച്ചു. ആമേൻ. എന്തിനു വേണ്ടി? പൈതലെ, നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ പാപത്തിന് വേണ്ടി. ഹല്ലേലൂയ. പാപമോചനത്തിന് ഒറ്റ രക്തമേ ഉള്ളൂ. ആരുടെ രക്തം? യേശുവിന്റെ രക്തം. 1 യോഹന്നാൻ 1:7 വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. വായിച്ചേ 1 യോഹന്നാൻ 1:7 വാക്യം. യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം ശക്തിയുണ്ട്. വേറെ ഒരു പൂജ കൊണ്ടും നമ്മളെ പാപം പോകൂല. ഹല്ലേലൂയ. ഓരോ സ്തോത്രം. പാപത്തിൻ്റെ പിന്നിലും ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ പൈസ വേണ്ട. ഈ യേശുവിൻ്റെ അടുത്ത് എന്ത് വേണ്ട? പൈസ വേണ്ട. വീട് വയ്ക്കേണ്ട. ഹോമയാഗം വേണ്ട. 70,000 കൊടുക്കണ്ട. 1 ലക്ഷം കൊടുക്കണ്ട. 2 ലക്ഷം കൊടുക്കണ്ട. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യേശുവേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പാവക്കറകളെല്ലാം എന്ത് ചെയ്യും? യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവേ, ആ രക്തം എൻ്റെ വീടിനകത്ത് മുഴുവൻ ഒഴുകട്ടെ, എൻ്റെ മക്കളുടെ മേലെ ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ രക്തം ഇറങ്ങി ചെന്ന് ബന്ധനങ്ങൾ അഴിക്കും, ചങ്ങലകളെ ഉടയ്ക്കും, പാവത്തെ ക്ഷമിക്കും. നമ്മുടെ പേരെവിടെ എഴുതും? ജീവൻ്റെ പുസ്തകത്തിൽ എഴുതാൻ ഒറ്റ രക്തമേ മതി. ഏത് രക്തം? യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം നമ്മുടെ മേലെ ഒഴുകുമ്പോൾ നമ്മുടെ പാപം എല്ലാം എന്ത് ചെയ്യും? മാറും. പിന്നെ ശാപം മാറുന്ന എവിടെയാ? ഗലാത്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യം വായിച്ച്. മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ക്രിസ്തു യേശു നമുക്ക് വേണ്ടി ശാപമായി. വായിച്ചേ.
ഗലാത്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചേ. 12 ആണോ 14 ആണോ? അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ. ഗലാത്യർക്കുള്ള ലേഖനം അതിന്റെ 2-ാം അധ്യായം 3-ാം അധ്യായം ശരി 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം 12-13. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കണ്ടോ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ഇനി നമുക്ക് ശാപം ഉണ്ടോ? പറ, ശാപം ഉണ്ടോ? 70,000 രൂപ കൊടുത്ത് ഹോമയാഗം കഴിക്കണോ? അവിടെ പൂജാരിയെ കൊണ്ടുവന്ന് പൂജ ചെയ്യണോ? മന്ത്രം ചെയ്യണോ? ശാപം പോവാൻ മന്ത്രം ചെയ്യണോ? ഇതൊന്നും ഇനി നമ്മളിനി പോണ്ട. ആര് വന്നാൽ മതി നമ്മുടെ കൂടെ? യേശു വന്നാൽ മതി. എല്ലാം അഴിഞ്ഞ് മാറുകയും ചെയ്യും. എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും എല്ലാ ദുഷ്ടശക്തികളെല്ലാം ഇറങ്ങി എന്ത് ചെയ്യും? ഓടും. ദൈവത്തിന് സ്തോത്രം. അത് യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഓടും. നിങ്ങൾ ഈ യേശുവിനെ കൊണ്ടുവേണം ഇന്ന് എവിടെ പോവാൻ? വീട്ടിൽ പോകാൻ. ഈ യേശുവിൻ്റെ പേര് പറയുമ്പോൾ തന്നെ എല്ലാ അന്ധകാര ശക്തികൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. ദുഷ്ടശക്തികളെല്ലാം എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. ദുഷ്ടാത്മാവിൻ്റെ മണ്ഡലങ്ങളെല്ലാം എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. ഇരിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റാതെ ഇറങ്ങി ഓടും. എങ്ങനെ? ഇരിക്കാൻ പറ്റാതെ ഇറങ്ങി ഓടും. സ്തോത്രം. ആൾക്കാരെല്ലാം വിടുവിക്കപ്പെടും. കുടുംബത്തിനകത്ത് ഭയങ്കര വെളിച്ചം വരും. എത്ര കുടുംബങ്ങൾ, എത്ര ആൾക്കാർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കണോ? അല്ലെങ്കിൽ എത്ര പേര് 100 കണക്കിന് ആൾക്കാരാണ്. ഞാനൊരു മൃഗമായിരുന്നു, ഞാൻ ഇന്ന പാപം ചെയ്യുന്ന ആളായിരുന്നു, ഞാൻ ആർക്കും വകവെച്ച് കൊടുക്കുന്ന ആളല്ലായിരുന്നു, ഞാൻ എന്ത് കിട്ടിയാലും ആ സ്തോത്രം എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ആ തീർത്തിട്ട് ഞാൻ പോകുള്ളൂ. പക്ഷെ ഇന്ന് യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ സ്വഭാവത്തിനകത്ത് മാറ്റം വന്നു. യേശു നമ്മളെ ജീവിതത്തിനകത്ത് വരുമ്പോൾ സ്തോത്രം രോഗം മാത്രം മാറുമെന്നല്ല, കടഭാരം മാത്രം മാറുമെന്നല്ല, വീട്ടിനകത്ത് വിടുതൽ മാത്രം കിട്ടുമെന്നല്ല, നമ്മളെ സ്വഭാവം മാറും. നമ്മുടെ തല മുതൽ പാദം വരെയും മാറും. അകത്തുള്ള ചിന്തകൾ മാറും. നമ്മളൊരു വിശുദ്ധ പൈതലായി മാറും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. അത് യേശുവിലുള്ള സ്നേഹം നമ്മുടെ അകത്ത് വരും സഹോദരങ്ങളെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ തുടങ്ങും. അനേകർ നമ്മളിലൂടെ ആരെ കാണും? യേശുവിനെ കാണും. കണ്ണീരോടെ കിടക്കുന്നിടത്ത് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ യേശു ആ വീട്ടിനകത്ത് ഇറങ്ങി അവരെ ആശ്വസിപ്പിക്കും. അവരെ തണുപ്പിക്കും. അവരെ സമാധാനം കൊടുക്കും, സന്തോഷം കൊടുക്കും. ഏത് കണ്ണീരിനെയും തണുപ്പിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അപ്പൊ ശാപം അഴിയാൻ വേറെ ഒരിടം ഓടണ്ട. അവർ പറയും ഒരു 90,000 ഉണ്ടെങ്കിൽ ശാപം അഴിക്കുന്ന പൂജ ചെയ്യാന്ന് പറയും. പോരുത്. 90 പൈസ പോലും വേണ്ട. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. യേശുപ്പ എൻ്റെ ഹൃദയത്തിനായിട്ട് വരണം. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്ക്. ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത് വന്ന് പറ മാറ്റം ഉണ്ടോ ഇല്ലെന്ന് പറ. അതാണ് അവിടെ വിടുതൽ. ഇന്ന് നടക്കും. ഹല്ലേലൂയ. ഇന്ന് വിടുതൽ നടക്കും. ഇന്ന് അത്ഭുതം നടക്കും. പറ. ശാപങ്ങൾ അഴിക്കുന്ന ദൈവം, ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവം, പിശാചുക്കളെല്ലാം ഇറങ്ങി ഓടും. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ ഞെരുക്കി. ഹല്ലേലൂയ. സ്തോത്രം. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫോൺ വിളിച്ച് പറയും ചിലരൊക്കെ, സിസ്റ്റർ ഇന്നലെ രാത്രി ഞാൻ കട്ടിലാണ് കിടന്നത്, പക്ഷേ സ്തോത്രം രാത്രി ആയപ്പോൾ എയറിൽ നിൽക്കുക. എവിടെ നിൽക്കുന്നു? വരുന്ന ഫോൺ കോളാണ് രാത്രിയൊക്കെ. എവിടെ നിൽക്കുന്നേ? ഇപ്പം കട്ടിൽ വിട്ട് ആളെവിടെ നിൽക്കുന്നു? താഴെയും അല്ല മണ്ടയിലും അല്ല, എയറിൽ നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് പിശാചുകളും നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആൾ എയറിൽ നിൽക്കുകയാണ്. സ്തോത്രം. യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ താഴെ ആൾ വരും. ആളിൻ്റെ കെട്ടെന്ത് ചെയ്യും? ചിലർ പറയുന്നതാണ് ഞെക്കുന്നു കഴുത്തിൽ. ഇതാരാ ഞെക്കുന്നത്? സ്തോത്രം. ചിലർ പറയുന്നതാണ് കഴുത്ത് മൊത്തം ചില ശരീരങ്ങൾക്ക് മുറിവ് കാണും. ഇവിടെ ശരീരത്തിലൊക്കെ മുറിവ് കാണും. ഞെക്കി ശരീരം മൊത്തം മുറിച്ചു കഴിഞ്ഞു. പക്ഷെ യേശു തൊട്ട് കഴിയുമ്പോൾ അത് ഓടും. വീട്ടിനകത്തതില്ല. പിന്നെ വീട്ടിനകത്തത് ഇല്ല. കാരണം എന്താ? വീട്ടിനകത്ത് ഒരാൾ യേശുവിനെ കണ്ടുമുട്ടിയാൽ ഈ ഭൂതത്തിനൊന്നും ആ വീട്ടിനകത്ത് കയറാൻ പറ്റില്ല. അതിനകത്ത് മുഴുവൻ യേശുവിൻ്റെ രക്തം കാണുമ്പോൾ എന്ത് ചെയ്യും? വിറയ്ക്കും. പിശാചുക്കളെല്ലാം എന്ത് ചെയ്യും? വിറയ്ക്കും. അതെല്ലാം എന്ത് ചെയ്യും? വിറയ്ക്കും. അത് ഇറങ്ങി ഓടും. അവിടെ പിന്നെ എന്ത് നിൽക്കില്ല? മന്ത്രം നിൽക്കില്ല, പൂജ നിൽക്കില്ല, പിശാച് നിൽക്കില്ല, ശാപം നിൽക്കില്ല, പാപം നിൽക്കില്ല. ഇതെല്ലാം ഇറങ്ങി ഓടുമ്പോൾ വീട്ടിനകത്ത് സമാധാനം വരും. വീട്ടിനകത്ത് കണ്ണീര് മാറും, സ്വസ്ഥത വരും, ഒരു തണുപ്പ് വരും. പാരമ്പര്യമായിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യും? ഇറങ്ങി അങ്ങ് പോകും. എങ്ങനെ? പാരമ്പര്യമായിട്ടുള്ള എല്ലാം എന്ത് ചെയ്യും?
ഇറങ്ങി അങ്ങ് പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളെ ഒന്ന് ആക്രമിക്കാൻ നിങ്ങൾ വന്ന് നോക്കി അതിൻ്റെ ഇരട്ടി സ്പീഡിൽ ഓടുന്നതല്ലാതെ ഒന്നും നടക്കാൻ പാടില്ല. കാരണം യേശുവിൻ്റെ നാമത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തത്തിന് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, യേശപ്പാ എന്നെ ഒന്ന് തൊടണമേ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടണമേ, എൻ്റെ ഭർത്താവിനെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ, എൻ്റെ വീട്ടിനകത്ത് വരണമേ. നിങ്ങൾ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യേശുപ്പച്ചൻ ഇറങ്ങി വന്ന് എല്ലാ വിഷയങ്ങളെ തൊടും. ജീസസ് ഹല്ലേലൂയ. യേശു വന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം വലിയൊരു പരിഹാരമുണ്ട്, വലിയൊരു മാറ്റമുണ്ട്, വലിയൊരു വിടുതലുണ്ട്. ഇതിനകത്ത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, 41-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. കണ്ടോ, കർത്താവ് മക്കളെ പേടിക്കണ്ട, നീ പേടിക്കേ വേണ്ട, നീ ഭയപ്പെടേ വേണ്ട. മനുഷ്യൻ അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. ദൈവം ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവരാണ്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെല്ലാം മതിയാക്കിയിട്ട് യേശുപ്പച്ചനെ കർത്താവ് രക്ഷകനുമായി ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ തന്നെ കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, ചങ്ങലകൾ അഴിയും, ദുർഭൂത ശക്തികൾ തകരും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടക്കുന്ന ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിന്റെ മുമ്പിൽ ഒന്നും ഇരിക്കത്തില്ല. ദുർഭൂതങ്ങളെല്ലാം കത്തി എരിഞ്ഞവര്, ദുഷ്ടാത്മ ശക്തികളെല്ലാം കത്തി എരിഞ്ഞവര്, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെല്ലാം കത്തി എരിഞ്ഞവര്, ദുർമന്ത്രവാദ കെട്ടുകളെല്ലാം കത്തി എരിഞ്ഞവര്, സാത്താന്റെ മണ്ഡലങ്ങളെല്ലാം കത്തി എരിഞ്ഞവര്, പൂജകളെല്ലാം കത്തി എരിഞ്ഞവര്, നേർച്ച കാഴ്ച വഴിപാട് ശക്തികളെല്ലാം കത്തി എരിഞ്ഞവര്. എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി തൊട്, നിങ്ങളുടെ കുടുംബത്തെ തൊട്, നിന്റെ അവസ്ഥകളെ തൊട്, അടഞ്ഞ വഴികൾ തുറക്ക്. യേശു നിങ്ങളുടെ കൂടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി വരും. ആ കണ്ണുനീരെല്ലാം പോവും, ആ ഞരക്കമെല്ലാം മാറ്റും, ആ വേദനയെല്ലാം മാറ്റും. എത്ര ഭാരപ്പെടുന്ന വിഷയമായിരുന്നാലും ശരി, ആ വിഷയത്തിന് എന്തുണ്ട്? പരിഹാരമുണ്ട്. ദൈവം വിടുവിക്കും. ദൈവം കണ്ണീര് തുടയ്ക്കും. വിട്ടുകളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം, മാറോട് ചേർത്ത് അണയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതിലെഴുതിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട. കർത്താവ് പറഞ്ഞ് ഭയപ്പെടേണ്ട. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം അതിന്റെ 3:7 പറയുന്നു, ഫിലദെൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒരു താക്കോൽ കൂട്ടമുള്ള ഉടമസ്ഥൻ ഇതിനകത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ട്. ഒരു താക്കോലുള്ളവൻ, അതാരാ? യേശു ക്രിസ്തു. ഒന്ന് തുറക്കാൻ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരുവൻ ഇന്ന് ഈ പള്ളിക്കകത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്, അത് യേശു ക്രിസ്തു അത്രേ. ആ കർത്താവ് തുറന്നാൽ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല, അടച്ചാൽ തുറക്കാനും പറ്റത്തില്ല. നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികളെ ഇന്ന് അടയ്ക്കും ദൈവം. യേശു മാത്രം കർത്താവ്, ഇന്ന് അടയ്ക്കും ദൈവം. പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യുന്നു. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി ഇന്ന് അത്ഭുതങ്ങളെ ചെയ്യും. പറഞ്ഞേ, യേശു ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യും, എൻ്റെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യും, എൻ്റെ ജീവിതത്തിനകത്ത് അതിശയങ്ങളെ എൻ്റെ ദൈവം ചെയ്യും. പറഞ്ഞേ, ചെയ്യും. സംശയിക്കല്ലേ? എന്ത് ചെയ്യല്ലേ? സംശയിക്കല്ലേ? ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, മോശ എന്ന ഭക്തനോട് അബ്രഹാമിനോട് സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, മോനെ ശ്രദ്ധിക്കണമേ. സ്വർഗത്തിൽ ദൈവം അബ്രഹാമിനോട്, അബ്രഹാമേ സ്തോത്രം, ഞാൻ നിനക്ക് നന്മ തരാൻ പോകുക, തലമുറകൾ തരാൻ പോകുക. അബ്രഹാം 75 വയസ്സുണ്ട്. അബ്രഹാം സംശയിച്ചു, എനിക്കിത് കുഞ്ഞുങ്ങളോ എന്ത് കിട്ടാൻ? സ്തോത്രം, തൻ്റെ വീട്ടിലെ എലിയാസറിനെ താൻ മകനാക്കിക്കൊള്ളാം, അവൻ അനുഭവിക്കട്ടെ എന്നൊക്കെ ദൈവത്തോട് പറയും. ദൈവം പുറത്തു കൊണ്ടുവന്ന് എല്ലാ നക്ഷത്രങ്ങളെ എണ്ണാൻ പറയും. ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമോ? നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? അബ്രഹാം സംശയിച്ചു. പക്ഷെ അബ്രഹാമിന് അതുപോലെ ദൈവം പറഞ്ഞതുപോലെ എന്ത് കൊടുത്തു? തലമുറ കൊടുത്തു. ദൈവം കൈവിട്ടില്ല. അതുപോലെ ഒരിക്കൽ സെക്കര്യാവ് എന്ന പ്രവാചകൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം, ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. ആ പ്രവാചകന് സ്തോത്രം മക്കളില്ല, അമ്മയും അപ്പൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി നിന്നവരാണ്. ആർക്ക് വേണ്ടി നിന്നവരാണ്? ദൈവത്തിന് വേണ്ടി നിന്നവരാണ് അവര്. സ്തോത്രം, പള്ളിക്കകത്ത് ശുശ്രൂഷ സമയമായപ്പോൾ സെക്കര്യാവും സ്തോത്രം പള്ളിക്കകത്ത് പോയി. എവിടെ പോയി? പള്ളിക്കകത്ത് പോയി. പക്ഷേ പള്ളിക്കകത്ത് ചെന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആലയത്തിനകത്ത് നിൽക്കുമ്പോൾ അവിടെ ആരിറങ്ങി?
പതിവിലും അപ്പുറമായിട്ട് ഒരു ദൂതൻ ഇറങ്ങി. വായിച്ച ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ ടക്കന വായിച്ച ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ വാക്യങ്ങൾ വായിച്ചേ. യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ല. ഇരുവരും വയസ്സു ചെന്നവരും ആയിരുന്നു. കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത് സെഖര്യാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്തിനായി ഇന്ന് പ്രാർത്ഥനയോടെ വന്നില്ലേ? നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി ഉത്തരം? സെഖര്യാവ്, നീ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി? നീ സംശയിക്കണ്ട. ദൈവത്തെ കൊണ്ട് അസാധ്യം ഒന്നുമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി ഉത്തരം? പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ. പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ച വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഒരു മറുപടി ഇല്ലല്ലോ ദൈവമേ. ഇനി ഞാൻ എങ്ങോട്ട് ഓടണം, എങ്ങോട്ട് പോകണം, എവിടെ പോകണം എന്ന് നീ കലങ്ങിയാണോ ഇരിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന പൈതലെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ഉത്തരമുണ്ട്. സെഖര്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. സെഖര്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരിറങ്ങി? ഒരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു. എന്തോന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ്? നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി? ഉത്തരമായി, മറുപടിയായി. നിന്റെ പ്രാർത്ഥന ഇതാ ഞാൻ കേട്ടു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതാ ഉത്തരം തരാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണീര് തുടയ്ക്കാൻ പോകുന്നു. ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിന്റെ കൈ തരാൻ പോകുന്നു. നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചില്ലേ വിഷയം, അതിനിതാ മറുപടി ഞാൻ നിനക്ക് തരാൻ പോകുന്നു. നിനക്ക് ഇതിനകത്ത് ചില വ്യക്തികളോട് പറയുകയാണ്, നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് ഇതാ ഞാൻ മറുപടി തുറക്കാൻ പോകുന്നു. വാതിലുകളെ തുറക്കാൻ പോകുന്നു, വഴികളെ തുറക്കാൻ പോകുന്നു. അതെ, മറുപടി തരുന്ന ദൈവം, ഉത്തരം തരുന്ന ദൈവം, കണ്ണുനീർ ഒപ്പുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിനക്കൊരു മറുപടി തരാം. നിന്നെ കണ്ണുനീർ ഒപ്പാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. ഇന്ന് നീ എരികുന്ന ആ വിഷയങ്ങളെ ഉടച്ചു മാറ്റി ഒരു ഉത്തരം തരാം. ദൈവമേ, സ്തോത്രം. യേശുവിന്റെ അടുത്ത് നിൽക്കുക. ദൂതന്മാരുടെ നടുവിൽ രാജാവ് ഇറങ്ങി നിൽക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. നാളുകളായി നീ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല. നാളുകളായി നീ പ്രാർത്ഥിച്ചു. മറുപടിയില്ല. എന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം ആയി. പ്രാർത്ഥനയ്ക്ക് എന്തായി? ഉത്തരമായി. പ്രാർത്ഥനയ്ക്ക് എന്തായി? മറുപടിയായി. പ്രാർത്ഥനയ്ക്ക് എന്തായി? ഉത്തരമായി. സെഖര്യാവ് അന്തം വിട്ടുപോയി. വായിച്ച അടുത്ത വരി. നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ഒരു മോനെ നിനക്ക് തരാൻ പോകുകയാ. ആര്? ഭാര്യയിലൂടെ ഒരു മോനെ നിനക്ക് കിട്ടാൻ പോകുക. ഇത് ദൂതൻ വന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. സെഖര്യാവിന് വിശ്വസിക്കാൻ പറ്റിയില്ല. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. സെഖര്യാവിനോട് പറഞ്ഞു, സെഖര്യാവ്, നീ വിശ്വസിക്കായാൽ കുഞ്ഞ് ജനിക്കും വരെ നീ സംസാരിക്കില്ല. അതുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എല്ലാം ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. സെഖര്യാവേ, നീ വിശ്വസിച്ചില്ലല്ലോ. വിശ്വസിക്കുന്നത് വരെയും, ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെയും നിന്റെ നാവ്, നിന്റെ ശബ്ദം പുറത്തു വരികയില്ല. സ്തോത്രം. ജനിച്ചു കഴിയുമ്പോൾ നീ സംസാരിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഭാര്യ ഗർഭിണിയായി ആ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിറങ്ങി കഴിഞ്ഞിട്ട് സെഖര്യാവ് സംസാരിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഊമനായി പാർത്തു. കുഞ്ഞ് ജനിച്ച ശേഷമാണ് ആര് സംസാരിച്ചത്? സെഖര്യാവ് സംസാരിച്ചത്. ഇന്നിനകത്ത് ചില മക്കളോട് പറയും, മക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, കരഞ്ഞില്ലേ, ഞരങ്ങിയില്ലേ, തേങ്ങിയില്ലേ, ഹൃദയം പൊട്ടിയില്ലേ? ആ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ഒരു ഉത്തരം തരാൻ, ഒരു മറുപടി തരാൻ, ഒരു നിലവിളിക്ക് മറുപടി തരാൻ, കണ്ണുനീരിന് മറുപടി തരാൻ ദൈവം നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിന്റെ എത്ര വലിയ കട്ടിയേറിയ പ്രശ്നത്തെയും ഇന്നത് പരിഹരിക്കാൻ, ഇന്നത് വിടുവിക്കുവാൻ മതിയായ ഒരു കർത്താവ് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആ ദൈവം ഇന്ന് വിടുവിക്കുക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, കണ്ണുനീരിന് ഉത്തരമുണ്ട്. സക്കറിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എലിസബത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ദൂതനിറങ്ങി പറഞ്ഞു, നിനക്കിത് നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി? ഉത്തരമായി. ഇതിനകത്ത് കടന്നു വന്ന പൈതലെ, നീ വ്യത്യസ്തമായ വേദനയോടും ഞരക്കത്തോടും കണ്ണീരോടായിരിക്കും ഇതിനകത്ത് വന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ മോളെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ എത്ര കഠിന വിഷയവും ആ കുടുംബത്തിനകത്ത് നീ തിരിച്ചിവിടം വിട്ട് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നീ വേദനയോടായിരിക്കാം വന്ന. ഇനി എങ്ങോട്ട് പോകണം, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നായിരിക്കും ചിന്തിക്കുന്നത്. സ്വോത്രം. ഞാൻ പറയാം, നിങ്ങൾ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിനകത്ത് സ്വീകരിക്കുക. അപ്പച്ചാ, എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങ് വരണമേ. ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. സകലത്തെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച, സകലത്തെ ഉരുവാക്കിയ, സകലത്തെ നിർമ്മിച്ച യേശു മാത്രം കർത്താവ്. ആ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ മതിയായവനാണ്. പക്ഷേ ആ കർത്താവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിനകത്ത് ആര് പറയും? ഞാൻ ആ യേശുവിനെ കർത്താവ് രക്ഷകനുമായി എൻ്റെ ഹൃദയത്തിനകത്ത് അപ്പച്ചാ സ്വീകരിക്കുകയാണ്. എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിനകത്ത് വരണം. തീർന്നില്ല, പറഞ്ഞ് എൻ്റെ വീട്ടിനകത്ത് എൻ്റെ യേശുവിൻ്റെ കൂടെ വരണം. പറഞ്ഞ് എൻ്റെ വീട്ടിനകത്ത് വരണം. പറഞ്ഞ് എൻ്റെ വീട്ടിനകത്ത് യേശു വരണം. ഇന്ന പ്രശ്നത്തോടെയാണ് ഞാൻ ഈ പള്ളി വന്നത്. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെയല്ല യേശുവിൻ്റെ കരം തൊടണം. പറഞ്ഞ് യേശുവിൻ്റെ കരം തൊടണം. ഞാൻ രോഗത്തോടും ക്ഷീണത്തോടുമാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ക്ഷീണങ്ങളെല്ലാം മാറി എനിക്ക് പരിപൂർണമായി വിടുതൽ കിട്ടണം. പറഞ്ഞ് എൻ്റെ ഭാരങ്ങളെല്ലാം മാറി എനിക്ക് പരിപൂർണമായി വിടുതൽ കിട്ടണം. പറഞ്ഞ് വാ തുറന്ന് പറഞ്ഞ് എൻ്റെ ക്ഷീണങ്ങളെല്ലാം മാറി, എൻ്റെ ഭാരങ്ങളെല്ലാം മാറി, എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറി, എൻ്റെ കണ്ണുനീരെല്ലാം മാറി എനിക്ക് പരിപൂർണമായി വിടുതൽ കിട്ടണം. പറഞ്ഞ് വാ തുറന്ന് പറഞ്ഞ് യേശു വിടുവിക്കുവാൻ മതിയായവനാണ്. യേശു അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. യേശു ഭൂതങ്ങളെ പുറത്താക്കാൻ മതിയായവനാണ്. യേശു ബന്ധങ്ങൾ അഴിക്കാൻ മതിയായവനാണ്. യേശു രോഗത്തെ സൗഖ്യമാക്കാൻ മതിയായവനാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും യേശുവിന്റെ മുമ്പിൽ എല്ലാവരും ഓ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓ കർത്താവായി സ്വീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മുട്ടുമടക്കിയിരിക്കും. ഞാൻ പറയാം, ദൈവം വിശ്വസ്തനത്രേ. ഈ ദൈവം വിശ്വസ്തനാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന മക്കളെ, ഞാൻ നിന്റെ പ്രവൃത്തി വെളിപ്പാടിൽ പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അസാധ്യം എൻ്റെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഏത് വിഷയവും എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. സ്തോത്രം. പത്മോസിനകത്ത് യോഹന്നാൻ കിടക്കുമ്പോഴും സ്തോത്രം ലോകം എല്ലാം കരുതി യോഹന്നാൻ തീർന്നു നിന്നാൽ എൻ്റെ ദൈവം അവിടെ ഇറങ്ങി മനുഷ്യന് അസാധ്യമുള്ളതെല്ലാം സാധ്യമാക്കുന്ന ഒരു ദൈവം ആ പത്മോസിനകത്ത് ഇറങ്ങി യോഹന്നാൻ ചിലത് കൈമാറുമ്പോൾ യോഹന്നാനോട് പറഞ്ഞതാണ്, ഓ സ്തോത്രം, ഒരു സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പറഞ്ഞതാണ്, ആരാണ് വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതവൻ തുറക്കുകയോ ആരും തുറക്കാതവൻ അടയ്ക്കുകയും ചെയ്യുന്നവൻ ആരോട് ചെയ്യുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇന്നിനകത്തിരിക്കുന്ന പൈതലെ, നിന്റെ ഹൃദയം, നിന്റെ പ്രവൃത്തി, നിന്റെ ജീവിതം മുഴുവൻ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ അവസ്ഥകൾ എല്ലാം എൻ്റെ ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒന്നുമില്ല. ഈ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വായിച്ചടുത്ത വരി. വെളിപ്പാട് പുസ്തകം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അടുത്ത വരി. ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ആർക്കും അടച്ചുകൂടാ. ഒറ്റ മനുഷ്യർക്ക് അടച്ചുകൂടാ. നിന്റെ മുമ്പിൽ ഒരു വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ എന്ത് തുറന്നു വെച്ചിരിക്കുന്നു? ഒരു വാതിൽ. നിനക്കതിൽ പ്രവേശിക്കാം. ഇന്ന് ഇതിനകത്തും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാതിൽ തുറന്നിരിക്കുക. മക്കളെ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം യേശുവിലുണ്ട്. നീ യേശുവിൻ്റെ മുൻ മുട്ടുമടക്കിയാൽ മാത്രം മതി. യേശുവിനോട് ഹൃദയം തുറന്നങ്ങ് പറയുന്നു, നിന്റെ പൈസ വേണ്ട, നിന്റെ വസ്തു വേണ്ട, നിന്റെ വീട് വേണ്ട, നിന്റെ വേറെ ഒന്നും വേണ്ട. നിന്റെ ഹൃദയത്തിൻ്റെ വേദന ഒന്ന് ഇറക്കി കൊടുക്കാൻ. നിന്റെ കണ്ണീര്, എൻ്റെ വേദന എന്ന് മാറും, എൻ്റെ കണ്ണീര് എന്ന് മാറും. എനിക്ക് ഉറക്കം പോലുമില്ല, എനിക്ക് സ്വസ്ഥതയില്ല, കുടിക്കുന്ന വെള്ളത്തിന് സമാധാനമില്ല. യേശുപ്പ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ട് ഓടട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ, മക്കളെ, നിന്റെ മുമ്പിൽ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. നിന്റെ ഏത് കട്ടിയേറിയ വിഷയത്തിന് പരിഹാരം തരുന്ന ഒരു ദൈവം പറയുന്നു, മക്കളെ, നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ നീ ചിന്തിക്കണം, അകത്തോട്ട് കടക്കണോ, ആ ക്രിസ്തുവിനായിട്ട് ജീവിക്കണോ, ക്രിസ്തുവിനെ സ്വീകരിക്കണോ? ആ ക്രിസ്തുവിനായിട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ കളിയാക്കി എന്നൊരു പേടിക്കല്ലേ. സ്തോത്രം. ഈ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച രണ്ട് കാര്യം നടക്കും. ഒന്ന്, ഈ ഭൂമിയിൽ നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിലെല്ലാം ആര് കാണും? പിശാചിട്ട രോഗവും ബന്ധനങ്ങളെല്ലാം എന്ത് ചെയ്യും? ശാപങ്ങളെല്ലാം എന്ത് ചെയ്യും? അഴിയും. പാവമെല്ലാം എന്ത് ചെയ്യും? ക്ഷമിക്കും. നമ്മളെ പേരെല്ലാം എവിടെ എഴുതും? ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. ഇവിടം വിട്ടു പോകുമ്പോഴും നമ്മുടെ സാത്താൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൽ ഞെക്കിക്കൊണ്ടു പോകില്ല. പിന്നെ ആര് വരും? വയസ്സേന്ന് വൃത്തരാകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും. ആര് വരും? പറ. യേശു ക്രിസ്തുവിൻ്റെ ദൂതന്മാരൊന്നും പേടിക്കാനൊന്നും ഇല്ല. അപ്പോൾ ഈ ഭൂമിയിലുള്ളതും ദൈവം തരും, സ്വർഗവും നമുക്ക് തരും. ഹല്ലേലൂയ. ഒരു ബാധ എന്ത് ചെയ്യില്ല
നമ്മളെ വീട്ടിനകത്ത് അടുക്കൂല. യേശു നമ്മളെ വീട്ടിൽ വന്നാൽ മതി, യേശുവിനെ സ്വീകരിച്ചാൽ മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. സ്വത്രം. ചിലപ്പോൾ നിങ്ങൾ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ കളിയാക്കട്ടെ, കുഴപ്പമില്ല. യേശു നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കട്ടെ. അതല്ലേ ഇന്ന് 33 ദുർഭൂതങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന അനേക ആയിരങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ കാരണം അതല്ലേ. അവരുടെ കുടുംബത്തിനകത്ത് കിടന്നുറങ്ങിയ സമാധാനമുണ്ട്. അനേകർ പറയുന്നൊരു കാര്യം, കഞ്ഞിയും ചമ്മന്തിയേ ഉള്ളൂ സിസ്റ്ററെ, പക്ഷേ എന്തൊരു ആനന്ദം ഞങ്ങളെ വീട്ടിനകത്ത്, വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് എന്തൊരു സമാധാനം. ഈ യേശു വന്ന ശേഷം ഞങ്ങളുടെ വീട്ടിനകത്ത് എന്ത് സമാധാനം, അയ്യോ സന്തോഷം, കിടന്ന ഉറക്കമുണ്ടെന്ന് കിടന്ന നല്ല ഉറക്കം. ഇതാര് തരുന്നതാ? യേശുപ്പച്ചൻ. ഓ, എൻ്റെ മക്കളുടെ ജീവിതത്തിനകത്തും അങ്ങനെ തന്നെ ഒരു സമാധാനമുണ്ട്. ഈ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷമാണ് എന്തുള്ളത്. കട്ടിൽ കിടക്കാൻ പറ്റാതെ, രാത്രി ഉറങ്ങാൻ പറ്റാതെ എയറിൽ നിന്നവരൊക്കെ ഇപ്പോൾ ഇവിടെ കിടക്കുക യേശുവിനെ രക്ഷകനെ സ്വീകരിച്ചപ്പോൾ. കഴുത്തിനൊക്കെ ഞെക്കി തൂക്കി എടുത്തിട്ട് പോയപ്പോൾ ആർക്ക് ഞെക്കലും ഇല്ല, ഒന്നും ഇല്ല. സാത്താന്മാരെല്ലാം ദേശം വിട്ട് എന്ത് ചെയ്തു? ഓടി. യേശപ്പാന്ന് വിളിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഓടി. അപ്പോൾ അവരെല്ലാം വിട്ടു. എന്തൊക്കെ വിട്ടു? അവരെ പൂജകൾ വിട്ടു, മന്ത്രങ്ങൾ വിട്ടു, പിന്നെ സ്വത്രം നേർച്ച കാഴ്ചകളെല്ലാം വിട്ടു, അവിടെ ഇവിടെ ഓർന്ന് എല്ലാം വിട്ടു. അവരെ സ്വത്രം പട്ട് കൊണ്ട് വെക്കുന്നത് വിട്ടു, ക്യൂടെക്സ് കൊണ്ട് വെക്കുന്നത് വിട്ടു, സ്വത്രം നേരിയത് കൊണ്ട് വെക്കുന്നത് വിട്ടു. അവർ പറഞ്ഞു സ്വത്രം. കഴിഞ്ഞ നാളിൽ ഒരു സംഭവം, നമ്മൾ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു പിതാവ് നടത്തിയ സംഭവം. അവരുടെ വീട്ടിൽ പൂജാക്ഷേത്രവും പൂജയും എല്ലാം ഉണ്ടായിരുന്നു. സ്വത്രം ഇങ്ങനത്തെ അവർ കൊടുത്തു കൊണ്ടാടി നടന്നവരാണ്. സ്വത്ര എല്ലാ ദിവസവും അപ്പോഴവിടെ പൂജയും ഇതൊക്കെ ഉണ്ട്. അവർ തന്നെ വെച്ച് കെട്ടി സ്വത്രം പല വിഗ്രഹങ്ങളും സ്വത്രം നിലവിളക്ക് കൊളുത്തി അതിനകത്ത് പൂജ ചെയ്തുകൊണ്ടിരുന്നവരാണ്. സ്വത്രം. അവർ നോക്കിയപ്പോൾ അവരുടെ വീട്ടിനകത്ത് സമാധാനമില്ല, ഭാര്യയ്ക്ക് സ്വസ്ഥതയില്ല, ഭർത്താവിന് സ്വസ്ഥതയില്ല, മക്കൾക്ക് സ്വസ്ഥതയില്ല. കുടുംബം ഒന്നിന് കുളം തോണ്ടുന്നല്ലാതെ ആ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. അങ്ങനെ ഇരുന്ന അപ്പച്ചനുണ്ടല്ലോ, ഒരു ദിവസം അപ്പച്ചന് കൺട്രോൾ പോയി. അപ്പച്ചൻ വിചാരിച്ചു ഈ ദൈവങ്ങൾക്കെല്ലാം ഡെയിലി എണ്ണ ഒഴിച്ച് വിളക്ക് തെളിച്ചിട്ട് ഒരു നന്മയും വീട്ടിനകത്ത് കണ്ണീര് മാത്രമേ ഉള്ളൂ, ദുഃഖം മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് സ്വസ്ഥതയില്ല, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടും പൈസയും വീട്ടിൽ ഇല്ല. സ്വത്രം. ഇനി ഇതെല്ലാം ഒന്നും വേണ്ടെന്ന് ഒരു തോർത്തെടുത്ത് അപ്പച്ച കൊടുത്തിട്ട് നേരെ എല്ലാം മേൽക്കൂരം പൊളിച്ചു, താഴെയും പൊളിച്ചു, നിലവിളക്ക് കൊടുത്തു, എല്ലാം കൂടെ വാരി കെട്ടി അപ്പം കൊണ്ടുവരുന്ന വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ എല്ലാം അടിച്ച് പൊളിച്ച് തീർത്തു. സ്വത്രം. നിലവിളക്കെല്ലാം വിലയുള്ളതല്ലേ, സ്വത്രം ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയതും വിലപിടിപ്പുള്ളതല്ലേ, അതൊക്കെ എല്ലാം വാരി കെട്ടിക്കൊണ്ട് ദൂരെ അറിയാൻ വേണ്ടി അപ്പച്ചൻ ചാക്കിനകത്താക്കി. ഇനി ഇതിനെ പൂജയില്ല, ഇനി ഞാൻ മന്ത്രം ചെയ്യുന്നില്ല, ഈ സ്വത്രം ഇനി ഇതിൻ്റെ പുറകെയില്ല, ഞങ്ങൾ ഇനി യേശുവിനായിട്ട് ജീവിക്കും, ഞങ്ങൾക്കിനി പൂജ വേണ്ട, ഈ തിരിയിലല്ല ദൈവം വരുന്നത്, ഈ നിലവിളിക്കലല്ല ദൈവം വരുന്നത്, ഞാൻ എൻ്റെ യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കും, എൻ്റെ വീട്ടിനകത്ത് സ്വീകരിക്കും, ആ യേശു എന്നെ തൊടും. യേശുവിനെ തൊടും, യേശുവിനെ വിടുവിക്കും എന്ന് പറഞ്ഞ് ഇവരെല്ലാം അടിച്ച് പൊളിച്ച് ദൂരെറിഞ്ഞ് ഇതെല്ലാം കൊണ്ട് കെട്ടിവാരി എവിടെയും കൊണ്ട് എറിയാൻ വേണ്ടി വരുന്ന വഴിക്ക് സ്വത്രം ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, നീ എവിടെയാണ് അണ്ണ ഇതെല്ലാം കൊണ്ടുപോകുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ 33 ദുർഭൂതങ്ങളെയൊക്കെ നമസ്കരിച്ച് ആരാധിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ഈ ദൈവങ്ങളൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അയാൾ പേടിച്ചു, കാരണം ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചു, വിഗ്രഹങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു. സ്വത്രം. വന്ന ആൾ ചോദിച്ചു, സ്വത്രം ഇതൊക്കെ എന്തെന്നാ? ഇതൊക്കെ അതിനകത്ത് വെച്ചിരുന്ന പാത്രങ്ങളും നിലവിളക്കുകളും ഒക്കെയാണ്, ഇതൊക്കെ നീ എങ്ങനെ കൊണ്ട് ചുമക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിറ്റ്. അപ്പം വിറ്റ എത്ര രൂപ കിട്ടും നോക്കണം. അപ്പം ഇയാൾ പറഞ്ഞു, സ്വത്രം നിനക്ക് വേണ്ടെങ്കിൽ നീ കൊണ്ട് കളയാൻ പോകുന്നെങ്കിൽ ഇനി ഇതാ ഞാൻ കൊണ്ടുപോകുന്നു. എങ്ങനെ? ഞാൻ എന്ത് ചെയ്യാം? കൊണ്ട് പോകുന്നു. അപ്പം എന്നാ നീ കൊണ്ടുപോകുന്നു. തോളിൽ അങ്ങ് പിടിച്ച് അവരെ വീട്ടിലുള്ള എല്ലാ ബാധയും കൂടെ ഈ തോളിൽ കയറ്റി ആളിൻ്റെ കൂട്ടത്തങ്ങ് അയാളെ വീട്ടിലങ്ങ് പോയി. ഈ വീട്ടിനകത്ത് രാത്രിയാകുമ്പോൾ ഭാര്യയും മക്കളും എല്ലാം ഇറങ്ങി ഓട്ടം. സത്യമാ. അന്ന് വൈകുന്നേരം മുതൽ ആ വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഇത് നടന്ന് ഞാൻ അപ്പച്ചനെ കൊണ്ടുവന്ന് സാക്ഷി പറയാം. അപ്പച്ചൻ കൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് സ്വത്രം. ആരാണോ ഈ നിലവിളക്കെല്ലാം കൂടെ വാരി കെട്ടി കൊണ്ടുവന്നപ്പോൾ വാങ്ങി കൊണ്ടുപോയില്ലേ, ഈ വീട്ടിലുണ്ടായിരുന്ന ഇറങ്ങി ഓട്ടമൊക്കെ ഇപ്പോൾ അവിടെ വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാം കൂടെ റോഡ് ഇറങ്ങി ഓട്ടം. വീട്ടിനകത്ത് കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, സ്വസ്ഥതയില്ല. കാരണം ഇവിടെ ഇരുന്നെല്ലാം ഇപ്പോൾ എങ്ങോട്ട് പോയി? ആ വിളക്കിന് മര്യാദയ്ക്ക് പോയാൽ പോരായിരുന്ന? അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതിനകത്ത് വ്യാപരിക്കുന്ന എന്തോന്നാ? കുടുംബത്തെ കലക്കുന്ന ഇരുട്ടിനെ അല്ലേ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർ ചോദിച്ചാൽ ഇതിനകത്തിരിക്കുന്ന 1-2 പേരുടെ ബാക്കി എല്ലാവരും ഇതിൻ്റെ പുറകെ നടന്നവരാണ്. അവരെ കുടുംബത്തെ കുളം തോണ്ടിയപ്പോഴാണ് ഈ പള്ളിക്കകത്തുനിന്ന് ഇതിനകത്തിരിക്കുന്ന 1-2 വിരലിൽ എണ്ണുന്നവർ പോയിട്ട് ബാക്കി എല്ലാം ഇതിൻ്റെ പുറകെ ഉള്ളവരാണ്. എന്നാൽ ഞാൻ പറയാം, സ്വത്രം ഇതിനെല്ലാം ചതച്ചരച്ചൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവേ ഉള്ളൂ. ആ യേശു നിങ്ങളുടെ വീട്ടിനകത്ത് ഇന്ന് വന്ന എല്ലാത്തിനും പരിഹാരമുണ്ട്. അല്ലേലും എല്ലാത്തിനും വിടുതലുണ്ട്, എല്ലാത്തിനും അത്ഭുതമുണ്ട്. നമ്മുടെ ദൈവം സത്യതയോ അത് യേശു ക്രിസ്തു പറഞ്ഞ യേശുവേ എൻ്റെ ഹൃദയം
ഹൃദയത്തിനകത്ത് വരണേ, എൻ്റെ വീട്ടിനകത്ത് വരണേ, എൻ്റെ കുടുംബത്തിനകത്ത് വരണേ, എൻ്റെ കണ്ണുനീരൊപ്പണേ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഇന്നു മുതൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടും, സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും, പ്രതിസന്ധി മാറാൻ തുടങ്ങും, സ്വത്രം ആ ബുദ്ധിമുട്ട് മാറാൻ തുടങ്ങും, ആ ഇരുട്ടുകളെല്ലാം ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോണ്ടല്ലോ ഹല്ലേലൂയ, നിങ്ങളുടെ വീട്ടിനകത്ത് നേരത്തെ കേട്ടൊരു വെളിച്ചം ചുറ്റിയടിക്കും. ആ വെളിച്ചം ആരുടെ വെളിച്ചമായിരിക്കും? യേശുവിൻ്റെ വെളിച്ചമായിരിക്കും. കർത്താവിന്റെ മക്കൾ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, നിനക്ക് സ്വീകരിക്കാം. യേശുവിനോട് കൂടെ ജീവിക്കണമോ? നിനക്ക് സ്വീകരിക്കാം. അതല്ലയോ നിനക്ക് തള്ളിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യാം? പോകാം. യേശുവിന് വേണ്ടി ജീവിക്കണോ അല്ലയോ എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ദൈവത്തിന് സ്വന്തം നിനക്ക് തന്നെ തീരുമാനിക്കാം. ഹല്ലേലൂയ, ഞാൻ നിർബന്ധിക്കുകയില്ല. ദൈവത്തിന് സ്വന്തം നിനക്ക് തന്നെ തീരുമാനിക്കാം. ദൈവത്തിന് സ്വന്തം രണ്ട് വഴിയുണ്ടല്ലോ, നിനക്ക് തന്നെ തീരുമാനിക്കാം. ഞാൻ ഡോർ തുറന്നു വെച്ചിരിക്കുന്നു. നിനക്ക് അല്പം വായിച്ചേ, ആ വരി വായിച്ചേ. ഞാൻ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറയും, മക്കളെ വ്യത്യസ്തമായ വിഷയമുണ്ട്, പക്ഷെ നീ ദൈവത്തിന്റെ വചനം കാക്കാൻ നീ ഉറപ്പോടെ ഇറങ്ങിയാൽ ദൈവം നിന്നെ സൂക്ഷിക്കും. ഉറപ്പാ, ദൈവം നിന്നെ സൂക്ഷിക്കും, നിന്റെ കുടുംബത്തെ സൂക്ഷിക്കും. ഏതിൽ വിശ്വസിച്ചാൽ? ദൈവവചനത്തിൽ വചനം കാത്താൽ, ഈ ദൈവത്തെ ആരാധിക്കാൻ നീ മുട്ടും മടക്കിയാൽ, ഞാൻ പറയാം, ദൈവം നിന്നെ സൂക്ഷിക്കും. കണ്ണിൻ മണി പോലെ സൂക്ഷിക്കും. തലമുറകളെ സൂക്ഷിക്കും, കുടുംബത്തെ സൂക്ഷിക്കും. ഇന്നുണ്ടാകുന്ന ഈ അന്തരീക്ഷങ്ങളെല്ലാം പൊട്ടി മാറും, ശാപങ്ങളെല്ലാം അഴിയും, ഭൂതങ്ങളെല്ലാം ഇറങ്ങി ഓടും. കുടുംബത്തിനകത്ത് എന്ത് വരും? സമാധാനം വരും, സന്തോഷം വരും, സ്വസ്ഥത വരും. കർത്താവ് തന്നെ നിങ്ങളുടെ വീട്ടിനകത്ത് നാഥനായി വാഴും. ഈ ദൈവം മാത്രം വിശ്വസ്തൻ. എത്ര പേർക്ക് വേണം ഈ യേശുവിനെ? ഹല്ലേലൂയ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ എല്ലാ പ്രവൃത്തിയും ദൈവം അറിയുന്നു. ഇതിനകത്ത് വന്നവരെല്ലാം ഏത് അന്തരീക്ഷത്തിനാണെന്നും ഏത് വീട്ടിൽ നിന്നാണെന്നും എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് എല്ലാം ആരറിയുന്നുണ്ട്? ഈ സർവശക്തനാകുന്ന ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വരി, നിനക്ക് അല്പമേ, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. വായിച്ചേ, വരി ഒന്നുകൂടെ വായിച്ചേ. ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ എന്ത് തുറന്നു വെച്ചിരിക്കുന്നു? ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അടുത്ത്, അത് ആർക്കും അടച്ചുകൂടാ. കണ്ടോ, ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ആർക്കും. പൂജാരി ഒന്ന് അടയ്ക്കാൻ നോക്കിയാലും അവർ പൂജ ചെയ്ത് തളരുന്നേ ഉള്ളൂ. ദൈവമക്കൾക്കെതിരെ പൂജ ചെയ്യാൻ പറ്റൂല. ആ പൂജാരി പറയും, ഇനി പൂജ ചെയ്യണ്ട, അത് പ്രാർത്ഥിക്കുന്ന ആൾ ആ വീട്ടിലുണ്ട്. പൂജാരിക്ക് കുഴപ്പം വരും, അതുകൊണ്ട് പൂജാരി പൂജ ചെയ്യൂല. ദൈവമക്കൾക്കെതിരെ പൂജ ചെയ്ത് എന്ത് സംഭവിക്കും? പൂജാരിക്ക് കുഴപ്പം വരും, അതുകൊണ്ട് അയാൾ പേടിച്ച് പൂജ ചെയ്യത്തില്ല. എത്രയോ അനുഭവങ്ങൾ. അവർ പൂജ ചെയ്യൂല. തിരിച്ച് ചെന്നൊരൊറ്റ ഇടിയോടെ പൂജാരി തള്ളിയിടും, ഈ പൂതം ഇറങ്ങിച്ചെന്ന്. അതാണ് പൂജാരി ചെയ്യാത്തത്. സ്തോത്രം. അയാൾക്ക് പേടിയുണ്ട്. അയാൾ ആദ്യമേ ചോദിക്കും, ഇതാരാണ്? അത് പള്ളിയിൽ പോകുന്ന സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ പറയും, നിങ്ങളെ കുടുക്കും കൊണ്ട് പോകാൻ പറയും. ഞങ്ങളിവിടെ ചെയ്യൂല, ഇത് ചെയ്താൽ ഇതെല്ലാം തിരിച്ചു പോകും, ഞങ്ങളടുത്ത് തിരിച്ചു വരും, ഞങ്ങൾക്കിവിടെ കിടക്കപ്രതി കിട്ടൂല, അവർക്ക് വേണ്ടി പൂജ ചെയ്യാൻ പറ്റൂല എന്ന് പറയും. കാരണം എന്താ? അവരെ ദൈവം അല്ല നമ്മളെ ദൈവം. നമ്മളെ ദൈവം സത്യദൈവം. സ്തോത്രം. അവരെ ദൈവം അല്ല നമ്മളെ ദൈവം. നമ്മളെ ദൈവം സത്യദൈവം. അവർക്ക് പേടിയാ, അവർക്ക് പേടി. അവർക്ക് അറിയത്തില്ല. അനേകർ നല്ല നല്ല ആൾക്കാരുണ്ട് സഹോദരൻ, അവർക്ക് അറിഞ്ഞുകൂടാ ഏതാണ് ദൈവമെന്ന് അറിഞ്ഞുകൂടാ. അവർ ഓരോന്നും നേർച്ചയും കാഴ്ചയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്ന് തൊഴുത് പോകുന്നു. അപ്പോഴത്തേക്ക് ഒരു വിടുതൽ കിട്ടും. പിന്നെ അവസാനമാകുമ്പോൾ കുളം തോണ്ടി, കുടുംബവും തോണ്ടി, തകർത്ത് തരിപ്പണമാക്കി, സ്തോത്രം, എല്ലാം തീർത്ത് മുടിച്ച് കിട്ടും. നമ്മളെ യേശു അങ്ങനെയല്ല. വിടുവിക്കും, സമാധാനം തരും, സന്തോഷം തരും, സ്വസ്ഥത തരും, തണുപ്പ് തരും. മാത്രമല്ല, ഇവിടം വിട്ട് നിത്യതയിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്നിവിടം വിട്ട് പോയാൽ എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. നമുക്കൊരു വീടുണ്ട് സ്വർഗത്തിൽ. അത് യേശുപ്പച്ചൻ ഒരുക്കിയ വീട്. അവിടെ നമുക്ക് ധാരാളമായിട്ട് എന്ത് ചെയ്യാം? കയറി പോകാം. നിർത്താൻ സമയമായി. അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കത്തവാക്യം ഒന്നുകൂടെ വായിച്ച് 7-ാം വാക്യം മുതൽ വായിച്ചേ. ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്റെ നാമം എന്ത് ചെയ്തില്ല? നിഷേധിച്ചിട്ടില്ല. അല്പമേ വേണ്ടു, വചനം കാത്തു. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, ഈ യേശുവിൻ്റെ വചനം ഞാൻ സ്വീകരിക്കാൻ, യേശുവിനെ സ്വീകരിക്കാൻ, ഞാൻ യേശുവിനായി ജീവിക്കാൻ
ഒരുക്കമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിനെ കൊണ്ട് അസാധ്യം ഒന്നും ഇല്ല. യേശുവിൻ്റെ കാലെല്ലാം വന്നു, അവരെല്ലാം തൊട്ടു. ഒരിക്കലും രക്തസ്രവ സഹോദരി ഒരിക്കലും സൗഖ്യമേ ഇല്ല. അവരെ ബ്ലീഡിങ് ആയതുകൊണ്ട് ആരും അംഗീകരിക്കുകയും ഇല്ല. എല്ലാ വസ്തുവും വീടും വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു, സൗഖ്യമില്ല. ഒരു ദിവസം അവൾ ചിന്തിച്ചു, ജീവിക്കട്ടെ മരിക്കട്ടെ കുഴപ്പമില്ല, ഞാൻ ഈ യേശുവിൻ്റെ അടുത്ത് പോകും, ഞാൻ യേശുവിനെ തൊടും. ആ സഹോദരി എല്ലാ ആൾക്കാരുടെ ഇടയിൽ കൂടെ വന്നു യേശുവിൻ്റെ അടുത്ത് പോയി യേശുവിനെ തൊട്ടു. അപ്പം സൗഖ്യമായി. ആ സമയത്ത് ആ സ്പോട്ടിൽ അവർ സൗഖ്യമായി. ഒരു ശക്തി യേശുവിൽ നിന്ന് ഇറങ്ങി. ഇന്ന് അതേ യേശു ഈ ആലയത്തിനകത്ത്, ഈ ഹോളിനകത്ത് ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണം. നാളെ ഇനി എന്ത് ചെയ്യും, മറ്റൊന്ന് ഇനി എന്ത് ചെയ്യും, പേടിക്കല്ലേ. നാളത്തെ കാര്യം ആരും നോക്കിക്കൊള്ളും? ദൈവം. മറ്റന്നാളത്തെ കാര്യമോ ദൈവം. കാക്കകളെയും പറവകളെയും ദൈവം പുലർത്തുന്നെങ്കിൽ നമ്മളെ എത്ര അധികം. എല്ലാം ദൈവം നോക്കിക്കൊള്ളും. സാമ്പത്തിക വഴി ദൈവം തുറന്നു തരും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആര് തരും? ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ട. കർത്താവിനെ എന്ത് ചെയ്യും, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്ത് ചെയ്യും, ഞാനിനിപ്പോൾ യേശുപ്പച്ചനെ ആരാഴ്ച ആരൊക്കെ എന്തൊക്കെ, അതൊന്നും ചിന്തിക്കല്ലേ. നമ്മൾ ആരെയും ഒന്നും നോക്കല്ലേ, യേശുവിനെ മാത്രം നോക്കണം. യേശുവിലൂടെ വിടുതലുണ്ട്, യേശുവിലൂടെ സമാധാനമുണ്ട്, യേശുവിലൂടെ സന്തോഷമുണ്ട്, യേശുവിലൂടെ സ്വസ്ഥതയുണ്ട്, യേശുവിലൂടെ ആനന്ദമുണ്ട്, യേശുവിലൂടെ വിടുതലുണ്ട്, യേശുവിലൂടെ മാറ്റം വരും, യേശുവിലൂടെ സമാധാനവും തണുപ്പും വരും. സ്തോത്രം. രാത്രിയും പകലും ഒരു സ്വസ്ഥത കിട്ടുന്ന യേശുവിലാണ്. യേശു പറയുന്നു, മക്കളെ ഇതാ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അല്പമേ ശക്തിയുള്ളൂ, നീ എൻ്റെ വചനം എന്ത് ചെയ്തു? കാത്തു. വചനം കാത്തു. വചനം കാക്കുന്ന പൈതലെ, വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ ഇരുന്നാൽ ഞാൻ പറയാം, വലിയ അത്ഭുതങ്ങൾ നീ കാണും. ഒരിക്കൽ യേശുക്രിസ്തു റോമർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഫിലിപ്പിയർ 2-ാം അധ്യായം വായിക്കുമ്പോൾ യേശു ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? താണു. സ്തോത്രം. എവിടെ വരെ താണോ? ക്രൂശിലെ മരണത്തോളം. ഇനി താഴാൻ വല്ലതും ഉണ്ടോ? ഇല്ല. യേശുവാണ് ഏറ്റവും കൂടുതൽ താണത്. ഇപ്പം യേശു എവിടെ ഇരിക്കുക? യേശു എവിടെ ഇരിക്കുക? സ്വർഗത്തിൽ ഏറ്റവും മുകളിൽ, ഏറ്റവും താണ യേശു ഇപ്പം എവിടെ ഇരിക്കുക? ഏറ്റവും മുകളിൽ. നമ്മൾ പറയും, ശിഷ്യന്മാരൊരിക്കൽ ചോദിച്ചു, കർത്താവേ ഞങ്ങളെല്ലാം വിട്ട് അപ്പനെ അനുഗമിച്ചല്ലോ, അപ്പാ എന്ത് കിട്ടും എന്ന് ചോദിച്ചു. സ്വത്രം. നമ്മൾ വിചാരിക്കും ഈ അപ്പോസ്തലന്മാരാണ് യേശുവിൻ്റെ അടുത്തിരിക്കുന്നത്, പ്രവാചകന്മാരായിരിക്കും യേശുവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ആ ലോകം മുഴുക്ക പ്രശസ്തനായ ആ പാസ്റ്റർ വലത്തിരിക്കുമായിരിക്കും. ലക്ഷോപലക്ഷം ജനങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന ആ ആളായിരിക്കില്ല, പ്രസംഗിച്ച ആളായിരിക്കില്ല, ഇതുപോലെ ചർച്ച നടത്തിയ ആളായിരിക്കില്ല, ലോകം അറിഞ്ഞ ആളായിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഒരു ദിവസം ആ ആള് യേശുവിൻ്റെ വലത്തിരിക്കും, ഇടത്തിരിക്കും. അന്ന് വരെ ലോകം കണ്ട ആളായിരിക്കില്ല. കാരണം അയാൾ ചെയ്ത ശുശ്രൂഷയല്ല അവിടെ എത്തിച്ചത്. അയാൾ ഈ ലോകത്തിൽ താണു, തന്നെത്താൻ താഴ്ത്തി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഇന്നലെ മുഴുവൻ ചിന്തിച്ചിതായിരുന്നു. യേശു ഇത്രയും താഴ്ത്തി. യേശുവിൻ്റെ അടുത്തിരിക്കുന്ന ആളും ഈ ഭൂമിയിൽ താഴ്മയുള്ള ആളിന് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റൂ. എത്ര പ്രസംഗിച്ചു എന്നുള്ള ആളല്ല, പ്രവചിച്ചു എന്നുള്ള ആളല്ല, രോഗശാന്തി നൽകി നല്ലതാ, പക്ഷെ അതല്ല. അടുത്തിരിക്കുന്ന ആള് യേശുവിനെ പോലെ ഈ ഭൂമിയിൽ നമുക്ക് തരുന്ന ജീവിതത്തിനകത്ത് നമ്മളെ തന്നെ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം എന്ന് പറഞ്ഞാൽ ഇനി താഴാനില്ല. അതുപോലെ ക്രിസ്തു യേശുവിൻ്റെ താഴ്മ എൻ്റെ നിങ്ങളുടെ അകത്ത് വരട്ടെ. ആ താഴ്മ ധരിച്ചുകൊണ്ട് സ്വത്രം സകലവും സാധ്യമാക്കുന്ന യേശു ക്രിസ്തു പറയുന്നു, എന്നെക്കൊണ്ട് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? 2 വാക്യങ്ങളിൽ പറഞ്ഞു. ഇരമ്യാവിലും സ്വത്രം 2 വാക്യങ്ങൾ പറഞ്ഞു. ലൂക്കോസിലും എന്തോന്നാ പറഞ്ഞേ? ദൈവത്തിനെ കൊണ്ട് അസാധ്യം ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ഈ ദൈവം വിശ്വസ്തൻ, കണ്ണീരൊപ്പാൻ ഈ ദൈവം വിശ്വസ്തൻ. ഒറ്റ കാര്യം, എന്നെ തന്നെ താഴ്ത്തിയില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. താഴ്മ ഉള്ളവൻ യേശുവിൻ്റെ അടുത്ത് ഇരിക്കും. താഴ്മ യേശുവിൻ്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം എൻ്റെ അകത്തൊന്ന് നിറഞ്ഞെങ്കിൽ ഇതാണ് എൻ്റെ പ്രാർത്ഥന. കർത്താവേ, അങ്ങയുടെ താഴ്മ അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എല്ലായിടത്തും എല്ലാത്തിലും താഴ്മ ധരിക്കാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ താഴ്മ എൻ്റെ അകത്തൊന്ന് വരണേ അപ്പാ. യേശുക്രിസ്തു സ്തോത്രം താണു ക്രൂശിലെ മരണത്തോളം വിട്ടുകൊടുത്തു.
എല്ലാത്തിനും മുകളിലിരിക്കുന്നു. ആ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കാനുള്ള പദവി ആർക്കെന്ന് ചോദിച്ചാൽ ഇതേ താഴ്മ ആരെല്ലാം ഇനി താഴ്മ പെടാനില്ല. മരണം വരെ താണു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ ജീവൻ പോകുന്നത് വരെ ക്രിസ്തുയേശുവിൻ്റെ താഴ്മയിൽ ജീവിക്കുവാൻ ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും? അവരെ അപ്പൻ്റെ അടുത്തിരിക്കും. പ്രസംഗിച്ചവരല്ല അടുത്തിരിക്കുന്നത്, പ്രവചിച്ചവരല്ല. പിന്നെ പ്രസംഗിച്ചവരാകട്ടെ പ്രവചിച്ചവരാകട്ടെ അവർക്ക് ഈ താഴ്മ എന്ന് പറയുന്ന ഗുണം ഉണ്ടെങ്കിൽ അവരാണ് തൊട്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ചിലപ്പോൾ ലോക പ്രശസ്തരായിരിക്കില്ല, ചിലപ്പോൾ പുറം ലോകം ആരും കണ്ടു കാണില്ല അവരെ, പക്ഷെ അടുത്തിരിക്കുന്ന ആളവരായിരിക്കും. കാരണം ഈ യേശു ആരെ? താഴ്മ ധരിച്ചവൻ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഏറ്റവും താണു ഏറ്റവും ഉയർത്തി. ഇനി ഏറ്റവും സ്വർഗത്തിൽ ഉയർച്ച അപ്പൻ്റെ അടുത്തിരിക്കുന്നതാണ്. അവിടെ ഇരിക്കുന്ന നോക്കി, ഇവിടെ ഏറ്റവും താണ വ്യക്തിക്ക് മാത്രമേ പറ്റൂ. താഴാൻ നമ്മളെ കൊണ്ട് കുഴിയെടുത്ത് താണിരിക്കാൻ പറ്റുന്ന ആ താഴ്മയല്ല, അതകത്ത് കർത്താവിൻ്റെ സ്വഭാവം വന്ന് താഴ്മ വരണം. ആ ഒരു സ്വഭാവത്താൽ എന്നെ നിങ്ങളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. ദൈവത്തിന് എല്ലാം സാധ്യം. നമുക്കെല്ലാവർക്കും നിൽക്കാം, കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ഈ യേശു അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്, അതിശയം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്, അടയാളം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. സുഖമില്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാം, സുഖമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. പാടുമ്പോൾ പാടാൻ അറിയുന്നുള്ളൊരു പാടുക, പാടിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവത്തോട് പങ്കുവയ്ക്കുക, ഹൃദയങ്ങളെ പങ്കുവയ്ക്കുക. അടുത്ത് നിൽക്കുന്ന ആരെയും തുടർന്ന് നോക്കണ്ട. കർത്താവിനോട് നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ വേദനകളെ എല്ലാം ഒന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നിങ്ങളെ തൊട്ട് നിങ്ങളുടെ കണ്ണുനീരുകളെ ഒപ്പി നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഹല്ലേലൂയ വിടുവിക്കുക. ദൈവം മതിയായവനാണ്. കരങ്ങളെ അടിച്ചു പാടാം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിയതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യമേ. യേശുവിനെ സ്വീകരിച്ചേ. യേശുവൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാൽ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം എൻ യേശുവൻ കൂടെയുള്ളതാൽ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല,
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമാ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാൽ. ഭാരപ്രയാസങ്ങൾ വന്നിടിലും കുലുങ്ങുകയില്ലായിനേ. ഭാരപ്രയാസങ്ങൾ വന്നിടിലും കുലുങ്ങുകയില്ലായിനേ. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു എൻ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ. സാധ്യം. കൃപ 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 കൃപ. കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, രോഗശക്തികൾ അഴിയുന്നു, ക്ഷീണങ്ങൾ മാറുന്നു, പ്രതികൂലം മാറുന്നു, പ്രശ്നം മാറുന്നു. കണ്ണുനീർ തുടക്കുന്ന ദൈവം, കണ്ണുനീർ തുടക്കും ദൈവം, കണ്ണുനീർ തുടക്കും ദൈവം, അത്ഭുതങ്ങൾ ചെയ്യും ദൈവം, അതിശയങ്ങൾ ചെയ്യും ദൈവം, ഞാരക്കങ്ങളെ മാറും ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവം. ഓ എന്നെ സൂര്യൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ സൂര്യൻ കൂടെയുള്ളതാ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. പറവൊരു ഞാനിനി അടിമയല്ല, പറവൊരു ഞാനിനി അടിമയല്ല. പരമ സിയോനിൽ ഞാൻ അന്യനല്ല, പരമ സിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ രക്ഷയും യേശു അത്രേ. ഹല്ലേലൂയ. എൻ്റെ രക്ഷയും യേശു അത്രേ. ഹല്ലേലൂയ. മാറായ മാധുര്യമാക്കി തീർക്കുമവൻ, മാറായ മാധുര്യമാക്കി തീർക്കുമവൻ. പറയ പിളർന്നു ദാഹം പോക്കുമവൻ, പറയ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മാറായ മാധുര്യമാക്കി തീർക്കുമവൻ, മാറായ മാധുര്യമാക്കി തീർക്കുമവൻ. പറയ പിളർന്നു ദാഹം പോക്കുമവൻ, പറയ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ആനന്ദമേ പരമാനന്ദമേ, ഓ ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ, ഒരഭിഷേകം, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും. കൃപ. യേശുവിന് അസാധ്യം ഒന്നുമില്ല വൈതലേ.
എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മാറായെ മാധുരമാക്കി തീർക്കും. നിന്റെ മാറയെ മധുരമാക്കാൻ, ഓ ആ വേദന മാറ്റാൻ, ആ ശത്രുവിന്റെ പദ്ധതി ഉടയ്ക്കാൻ, ആ ഇരുട്ടിനെ തകർക്കാൻ, നിന്റെ ജീവിതത്തിനകത്ത് അഭിമാനിക്കുന്ന തലമുറകൾക്കകത്ത്, ഭർത്താവിനകത്ത്, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ തകർക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയുകയാണ്. ദുർഭൂതങ്ങൾ കത്തുന്നു, ദുരാത്മാവിന്റെ മണ്ഡലം കത്തുന്നു, രോഗബന്ധങ്ങൾ അഴിയുന്നു, ശാപങ്ങൾ അഴിയുന്നു, രക്തം ഒഴുകുന്നു. പിശാച് പിടിച്ച് കെട്ടിയ സകല ചങ്ങലകളെ തലമുറകളെ വിട്ട് തകർക്കുവാൻ യേശു, ഓ അതെ ലക്ഷ്യന്റെ ബാധ അടിച്ച സകലത്തിൽ മേലും അത്ഭുതം ചെയ്ത, സകലത്തെ സൃഷ്ടിച്ച, ഉരുവാക്കിയ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴക്കാൽ മടക്കുന്ന യേശു. ഓ കൃപ 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 കൃപ. കെട്ടുകൾ പൊട്ടുന്നു, രോഗശക്തികൾ അഴിയുന്നു, ശാപങ്ങൾ അഴിയുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, ശരീരങ്ങൾ ഫ്രീയാകുന്നു, കുടുംബത്തലം ഫ്രീയാകുന്നു. തലമുറകളുടെ മേൽ ദൈവശക്തി, കുടുംബത്തിലെ പ്രാർത്ഥന വിഷയം യേശു കർത്താവ് തൊടുന്നു. അവൻ നിന്റെ അടുക്കൽ ഓ വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായ യേശു പൈതലേ, മകളെ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുക. നിന്റെ തൊട്ട അടുത്ത് യേശുവിനെ തൊടുന്നു. എന്നെ ആരും കണ്ടില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ ആഴമേറിയ വേദന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് നീ ഞരങ്ങുമ്പോൾ നിന്റെ വേദനയുടെ ആഴം അറിയുന്ന യേശു. ഓ കൃപ 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 കൃപ. കെട്ടുകൾ പൊട്ടുന്നു. ആ യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുക. യേശുവേ, എന്റെ ജീവിതത്തിനകത്ത് മാറ്റം വേണം പറഞ്ഞേ. യേശുവേ, അങ്ങനെ രക്ഷകനായി സ്വീകരിക്കുന്നു. യേശുവെ, സകലത്തെ സൃഷ്ടിച്ച ദൈവമേ, എന്റെ കൂടെ വരണമേ. എന്റെ വീട്ടിനകത്ത് എന്റെ പേര് കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഓ കൃപ 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 കൃപ. ഓ മകത്വം 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 മകത്വം. ദൈവത്തിന് മകത്വം. കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയൊരു വിടുതലിറങ്ങുന്നു, വലിയൊരു മാറ്റം വരുന്നു, വലിയൊരു വ്യത്യാസം വരുന്നു, സമാധാനം വരുന്നു. നിങ്ങൾ അടുക്കൽ മുഴുവൻ നടക്കുന്നു. അത് യേശു ക്രിസ്തു അത്ര. നിങ്ങളുടെ തൊട്ടടുക്കൽ ആ യേശു ക്രിസ്തു നിൽക്കുകയാണ്. നിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്, നിന്റെ ഹൃദയം അറിയുന്നുണ്ട്. നിന്റെ തൊട്ടടുത്ത് നിൽക്കുക യേശു കർത്താവ്. ഓ യേശു കർത്താവ് നിൽക്കുകയാണ്. എന്നെ ആരും കണ്ടില്ല, എന്റെ വേദന ആർക്കും മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനെന്ന് നീ ഇറങ്ങുമ്പോ പൈതൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവ്, നിന്റെ ദുഃഖം മാറ്റുന്ന ഒരു കർത്താവ്. ആരും എനിക്കില്ല എന്ന് നീ പറയുമ്പോ യേശു പറയും, മക്കളെ ഞാനുണ്ട്, നിന്റെ പ്രയാസം ഞാൻ മാറ്റിത്തരാം, നിന്റെ പ്രശ്നം ഞാൻ മാറ്റിത്തരാം. എന്നെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല മക്കളെ, ഞാൻ നിന്നെ തൊട്ട് വിടുവിക്കാം. ഞാൻ നിന്റെ വീട്ടിൽ വരാം. ഓ ഒരിക്കൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു മരുവനും എന്ന് പറഞ്ഞു, എന്റെ ബാല്യക്കാരന് സുഖമില്ലപ്പാ ഓ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വരാം. ഓ യേശു പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വരാം. ഇന്ന് യേശു നിന്നോട് പറയുകയാണ്, പൈതലെ ഞാൻ നിന്റെ വീട്ടിൽ വരാം. മോനെ ഞാൻ നിന്റെ വീട്ടിൽ വരാം. നിന്റെ കുടുംബത്തെ ഞാൻ തോടാം. നിന്റെ വീട്ടിനകത്തുള്ള എല്ലാ പ്രശ്നവും ഞാൻ മാറ്റിത്തരാം. നിന്റെ രോഗത്തെ ഞാൻ മാറ്റിത്തരാം. നിന്റെ ഹൃദയം എനിക്കായി നീ തുറക്കുമോ? ഓ നിന്റെ ഹൃദയം എനിക്കായി തുറക്കുമോ? നിന്റെ എല്ലാ പ്രതികൂലങ്ങളും ഞാൻ ഉടയ്ക്കാം. നിന്റെ ഹൃദയം എനിക്കായി നീ തുറക്കുമോ? ഞാൻ ഏക സത്യ ദൈവമെന്ന് നീ അറിയുന്നുണ്ടോ? നിന്റെ ഹൃദയം എനിക്കായി തുറക്കുമോ? ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിച്ചാൽ, നിന്റെ വീട്ടിനകത്ത് വസിച്ചാൽ, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആകാശത്തെ, സൂര്യനെ, ഭൂമണ്ഡലത്തെ, സകലത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, അതത്ര യേശു. ആ യേശു ഇന്ന് ഈ പള്ളിക്കകത്ത് നീ എത്ര വലിയ വിഷയമായാലും നിന്റെ അടുത്ത് നിൽക്കുക. ആ വേദനയുടെ ആഴം അറിയുന്നുണ്ട്. ആരൊക്കെ പറയും, യേശുവേ, സകലം നിർമ്മിച്ച കർത്താവേ, ഞാനിത് അപ്പൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ കൂടെ വീട്ടിൽ വരണേ. ആരൊക്കെ പറയും? യേശുവിനെ കൊണ്ടു എത്ര ഒരുക്കമുണ്ട്. കർത്താവ് എൻ്റെ കൂടെ വരണമെന്ന് പറയാൻ, കർത്താവ് എൻ്റെ വീട്ടിനകത്ത് വരണമെന്ന് പറയാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അകത്ത് വരണമെന്ന് പറയാൻ, ഭർത്താവിൻ്റെ മേൽ വരണമെന്ന് പറയാൻ, എൻ്റെ മേൽ വരണമെന്ന് പറയാൻ, ദൈവമേ ഇനി ഞാൻ അങ്ങേക്കായി ജീവിക്കാമെന്ന് പറയാൻ, കർത്താവേ എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന് പറയാൻ, എൻ്റെ യേശുവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറയാൻ എത്രയൊക്കെ ആഗ്രഹമുണ്ട്. യേശു മുഴുവനും താഴ്ത്തി, യേശു മുകളറ്റത്തിരുന്നു. യേശുവിൻ്റെ അടുക്കൽ ഒരുപാട് സിംഹാസനങ്ങളുണ്ട്, വലത്തും ഇടത്തുമുണ്ട്. അതിലാരിക്കും? ഏറ്റവും കൂടുതൽ താണവൻ അതിൻ്റെ ഒരു വശത്തും, ഏറ്റവും കൂടുതൽ താണവൻ മറ്റേ വശത്തും ഇരിക്കും. നമ്മളിൽ അതുണ്ടോ? നമ്മളിൽ ഞാനെന്ന ഭാവമല്ലേ? വിട്ടുകൊടുക്കാത്ത, വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ആളല്ലേ ഞാനും നിങ്ങളും. പക്ഷേ യേശു പറയുന്നത്, മക്കളെ ഒരു പ്രയോജനമില്ല.
നിന്നെ തന്നെ താഴ്ത്താൻ, ദൈവത്തിൻ്റെ മുമ്പിൽ വില കൊടുത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ താഴ്മ യേശു നമുക്ക് തരും. ആ ദൈവത്തിൻ്റെ മുമ്പിൽ വില കൊടുത്താലേ കിട്ടൂ. ഇല്ല, അപ്പം ആണ്ടവരെന്ന് മാത്രം വിളിച്ചാൽ ഇത് കിട്ടൂല. പ്രാർത്ഥന മുറിക്കകത്ത് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് വേണ്ടി വില കൊടുക്കാമെങ്കിൽ ആ താഴ്മ നമ്മുടെ അകത്ത് വരും. പറഞ്ഞേപ്പാ, പരിജ്ഞാന പൂർത്തിയിലേക്ക് ഓടുന്ന പൈതൽ പറഞ്ഞേ, കർത്താവ് എനിക്ക് ആ താഴ്മ വേണം. യേശുവേ, മറ്റതെല്ലാം ദൈവം നിസ്സാര സമയം കൊണ്ട് തരും, പക്ഷെ മറ്റത് ഇത് തരാൻ ഇല്ല. അപ്പം അത് വില കൊടുത്താലേ കിട്ടും. യേശു അങ്ങയുടെ ആ താഴ്മ എന്ന സ്വഭാവം, ഞാൻ സൗമ്യം താഴ്മയുള്ളവനാകാൻ എൻ്റെ ദുഃഖവും ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പിൻ. അതേപ്പാ, അങ്ങ് മാത്രം സൗമ്യതയുള്ളവൻ. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹൃദയം പൊട്ടുന്ന വേദനയോടെ വന്നെങ്കിൽ എല്ലാം ദൈവത്തിന് കരങ്ങൾ കൊടുത്ത് സ്വത്രം നമുക്ക് 4 വരി കൂടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പാടി പ്രാർത്ഥിച്ച് ആശീർവാദം കൈക്കൊള്ളാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദി പറയുകയാണ്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ ദിവസം വരെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന നല്ല കൃപയ്ക്കായ സ്തോത്രം പിതാവേ. അങ്ങ് ആഴങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി, വചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന കൃപയ്ക്കായ സ്തോത്രം. അതേ ഒരു വിടുതലിൻ്റെ കരവുമായി അങ്ങ് ഞങ്ങളുടെ അടുക്കൽ ഇറങ്ങി നിന്ന് ഞങ്ങൾ വിടുവിച്ചയക്കുന്ന നല്ല കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങൾ രോഗത്തോടെ വന്ന്, ബന്ധനത്തോടെ വന്ന്, മറ്റു പ്രയാസത്തിൻ്റെ നടുവിൽ വന്ന്, വിഷമത്തിൻ്റെ നടുവിൽ വന്ന്, പക്ഷേ ഈ സഭ വിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ സ്വർഗീയ വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ഞങ്ങൾ അങ്ങ് ഈ നാളുകൾ സഹായിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം പിതാവേ. ഞങ്ങളെ താഴ്ത്തി തൃപ്പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് തരിക, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ മടക്കയാത്രയിൽ കൂടെ വരുന്നതിനായ സ്തോത്രം. ഞങ്ങളെ താഴ്ത്തി തരികയാണ്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായി നമ്മൾ ഓരോരുത്തരോടും, നമ്മൾ മടക്കയാത്രയോടും കർത്താവിൻ രണ്ടാമതിരിക്കും വരാട്ടെ. ആമേൻ. നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.